തങ്ങളെ സംരക്ഷിക്കുകയാണ്. അബൂ ത്വാലിബ് എന്ന് പറയുന്ന മൂത്താപ്പയുടെ ഭാര്യ വേണ്ട സംരക്ഷണം നൽകുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹിന്റെ പോറ്റി വളർത്തിയ മൂത്തമ്മയാണ്. ആര്? മൂത്താപ്പയുടെ ഭാര്യയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹാ. അവര് വഫാത്തായ സമയത്ത്, ആ ഫാത്തിമ ബീവി വഫാത്തായ സമയത്ത്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റസൂലുള്ളാഹിനെ പോറ്റി വളർത്തിയ ഉമ്മയല്ലേ? ആ ഉമ്മ വഫാത്തായ അവിടെ നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചതില്ലേ? അല്ലാഹ് ആ ഉമ്മയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കും ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഇന്നത്തെ രാത്രിയിൽ നരകത്തിനെ തൊട്ട് രക്ഷപ്പെടുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഇതുവരെ നരകത്തിനെ തൊട്ട് ഇത്ഖ് ചെയ്യപ്പെടുന്നവരിൽ ഞങ്ങൾ പെട്ടിട്ടില്ലെങ്കിൽ ഇന്നത്തെ രാത്രിയെങ്കിലും ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ആ ഉമ്മയുടെ ഖബറ്, ആ ഉമ്മ വഫാത്തായി, പെറ്റ ഉമ്മ വഫാത്തായി. പെറ്റ ഉമ്മ അല്ല, പോറ്റിയ ഉമ്മ അല്ലേ? പോറ്റി വളർത്തിയ ഉമ്മ വഫാത്തായി. ആ പോറ്റി വളർത്തിയ ഉമ്മ വഫാത്തായ സമയത്ത് എവിടെ വെച്ചാ വഫാത്തായത്? മദീനയിൽ വെച്ച് വഫാത്താവുകയാണ്. അല്ലാഹു ആ മഹദിയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കും മദീനത്ത് അന്തിയുറങ്ങാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നതാണ്. മക്കത്തന്നലത്തിൻ ഒക്കെ സാബോരാം മുത്ത് മാഹിമൂദു രത്നാസിൽ അഹദാം മന്നാനിൽ മാത്രം വണക്കം എന്താർ. അല്ലാഹുവിന്റെ റസൂലും മക്കയിൽ നിന്ന് മദീനത്തേക്ക് വന്നതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരികളെ, സഹോദരന്മാരെ, ആ ഉമ്മ വഫാത്തായ, പോറ്റി വളർത്തിയ ഉമ്മ വഫാത്തായ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ ചെയ്തത് കണ്ടോ? മദീനയിൽ അൽ ബഖീഉൽ ഗർഖദിൽ 10,000 സഹാബിമാരെ ഖബറുണ്ട്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോറ്റുമ്മയെ കുളിപ്പിച്ചു, മയ്യത്തിനെ കുളിപ്പിച്ചു, ജനാസയെ കുളിപ്പിച്ചു, കഫൻ ചെയ്തു, ദിക്ർ ചൊല്ലിക്കൊണ്ട് കൊണ്ടുപോവുകയാണ്. അൽ ബഖീഉൽ ഗർഖദിലേക്ക് കൊണ്ടുപോവുകയാണ്. അൽ ബഖീഉൽ ഗർഖദിൽ കൊണ്ടുപോയ സമയത്ത് ആ ജനാസയെ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നതിന് മുമ്പ് എന്താ ചെയ്തത്? അല്ലാഹുവിന്റെ റസൂല് ഖബറിലേക്ക് ഇറങ്ങുകയാണ്. അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബറിലേക്ക് ഇറങ്ങിയിട്ട് മയ്യത്ത് കിടക്കുമ്പോലെ ജീവിച്ചിരിക്കുന്ന ഹയാത്തിലുള്ള റസൂലുള്ള കിടക്കുകയാണ്, ഖബറിൽ കിടക്കുകയാണ്. ഖബർ എന്ന് പറഞ്ഞാൽ വലിയ ഇടുക്കമുള്ളതല്ലേ? എത്ര പ്രയാസമുണ്ട് ആ ഖബറിൽ ഇറങ്ങിയത്. ഇറങ്ങാൻ നല്ല പ്രയാസമുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഖബറിൽ ഇറങ്ങി കിടന്നിട്ട് പിന്നെ വളരെ പ്രയാസപ്പെട്ട് കേറുകയാണ്, പൊങ്ങുകയാണ്. ജനാസയെ ഖബറിലേക്ക് ഇറക്കിയോ? ഇല്ല. ജനാസയെ ഖബറിലേക്ക് ഇറക്കുന്നതിന്റെ മുമ്പ് ഹബീബായ തങ്ങള് ഖബറിലേക്ക് ഇറങ്ങിക്കിടക്കുകയാണ്. എന്നിട്ട് മുകളിലേക്ക് കയറി വരികയാണ്. എന്തിനാണ്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം ആ മണ്ണിൽ തട്ടിയിട്ടുണ്ട്, ആ ഖബറിൽ തട്ടിയിട്ടുണ്ട്. അപ്പൊ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളെ ശരീരം ഒരു സ്ഥലത്ത് തട്ടിയാൽ അവിടെ അദാബ് ഇറങ്ങൂല്ല. അതുകൊണ്ട് പോറ്റി വളർത്തിയ ഉമ്മാന്റെ ഖബറിൽ അദാബ് വരാതിരിക്കാൻ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ ആ ഖബറിലേക്ക് ഇറങ്ങിക്കിടക്കുകയാണ്. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര വലിയ ഭാഗ്യമുള്ള ഉമ്മയാണ് ആ ഉമ്മ, ഫാത്തിമ ബിൻത്ത് അസദ് റളിയല്ലാഹു അൻഹ. എന്നിട്ട് മുകളിലേക്ക് വരികയാണ്.
ഖബറിന്റെ മുകളിലേക്ക് വന്നിട്ട് റസൂലുള്ളാഹ് പെരിപ്പം പാടപ്പെല്ലാം ഓരോ മുത്താലേ പെരിയോനമൈത്ത് തൻ ഉദരത്താലേ പെരിപ്പം പാടപ്പെല്ലാം ഒരു മുത്താലേ പെരിയോനമൈത്ത് തൻ ഉദരത്താലേ അരിപ്പം മികും അലം അർവാഹക്കി ആലം മിസാൽ അലം അജസമാക്കി അരശിപ്പുരയും തലമിൻസാനാക്കി അതിലനേകം സിററിവുമാക്കി ഉരയും നിനന്നസുതിലൽ ജംഹൂത്തി ഓഗമേ പാലേ ഗൈബ കിനെ ആലത്തിൽ. എന്താ പറഞ്ഞത്? പെരിപ്പം പടപ്പെല്ലാം ഒരു മുത്താല്. എല്ലാ പടപ്പുകളെയും ആ ഒരു മുത്തിന് വേണ്ടി അല്ലാഹു തആല പടച്ചതാണ്. ഏതാണ് മുത്ത്? മുത്ത് എന്ന് പറഞ്ഞാൽ മുഹിദ്ദിമാലില്ലേ എന്ത് മുത്താൽ പടച്ചേ ദുനിയാവിൽ നിൽക്കുന്നാൾ മൂപ്പർ മുഹിയുദ്ദീൻ കവലിലേക്കല്ലാ. മുത്താൽ പടച്ച ദുനിയാവ് ഏതാണ്? ആ മുത്ത് മുത്തിനെ കൊണ്ടാ പടച്ചത്. മുത്ത് മുഹമ്മദ് മുസ്തഫ ആ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹ് പടച്ചിട്ടില്ലെങ്കിൽ ഈ ദുനിയാവ് ഉണ്ടാവൂല, ആഖിറം ഉണ്ടാവൂല, ഗോളങ്ങൾ ഉണ്ടാവില്ല, സൂര്യൻ ഉണ്ടാവില്ല, ചന്ദ്രൻ ഉണ്ടാവില്ല, ബുധൻ ഉണ്ടാവില്ല, ശുക്രൻ ഉണ്ടാവൂല, അന്തറോത്ത് ഉണ്ടാവൂല, ചെത്തിലത്ത് ഉണ്ടാവൂല, കൽപ്പേൻ ഉണ്ടാവൂല, അമേരിക്ക ഉണ്ടാവൂല. എല്ലാം പഠിച്ചത് പെരിപ്പം പടപ്പെല്ലാം ഓരോ മുത്താലേ പെരിയോനമൈത്ത് തൻ ഖുദ്റത്താലേ. അങ്ങനെയാണ് ആക്കി അഹ്മദും മുഹമ്മദും അരിമാതിരുപേർബെ താവൻ പുകഴ്ന്നേ. ആക്കി അഹ്മദും മുഹമ്മദെന്ന്. റസൂലുള്ളാഹിക്ക് പല പേരുണ്ട്. എല്ലാ പേരും ബറക്കത്തുള്ള പേരാണ്. അതിൽ ഏറ്റവും മഹത്തായ പേരേതാണ്? മുഹമ്മദ് എന്ന പേരാണ്. അതാണ് ആക്കി അഹ്മദും മുഹമ്മദെന്ന് അരിമാതിരുപേർ ബെത്താവൻ പുകഴ്ന്നേ. ആക്കം അർവാഹും പല ഖൽഖിലേ അവരാൽ ഗുണം കിട്ടി സർവ്വതിലേ. എല്ലാ സൃഷ്ടികൾക്കും ആ റസൂലുള്ളാഹിനെ കൊണ്ട് റഹ്മത്ത് കിട്ടിയിട്ടുണ്ട്. പെറ്റവുമ്മാൻ പോറ്റുമ്മാന്റെ കാര്യം പിന്നെ പറയാനുണ്ടോ? പോറ്റുമ്മാക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ പെറ്റവുമ്മാന്റെ ബറക്കത്ത് പറയാനുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളാ ഖബറിലേക്ക് ഇറങ്ങിക്കിടന്നതിന് ശേഷം മുകളിലേക്ക് കയറി വന്നിട്ട്, ഖബറിന്റെ മുകളിലേക്ക് കയറി വന്നിട്ട് ജനാസയെ ഖബറിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് രണ്ട് കൈപൊക്കിയിട്ട് ദുആരിക്കുകയാണ്. യാ അല്ലാഹ് اللهم اغفر لي امي بعد امي فاطمه بنت اسد. എന്നെ പോറ്റി വളർത്തിയ ഈ ഉമ്മാക്ക് പുറത്തു കൊടുക്കണം അല്ലാഹ്. എന്നെ പെറ്റ ഉമ്മയുടെ ശേഷം എന്നെ പോറ്റി വളർത്തിയ اللهم اغفر لي امي بعد امي. എന്നെ പെറ്റ ഉമ്മയുടെ ശേഷം എന്നെ പോറ്റി വളർത്തിയ ഈ ഉമ്മാക്ക് പൊറുക്കണം, ഈ ഉമ്മക്ക് പൊറുക്കണം അല്ലാഹ്. ബിഹഖ് നബിയിക മുഹമ്മദിൻ. നിന്റെ നബിയാകുന്ന മുഹമ്മദ് നബിയാകുന്ന എന്റെ ബറക്കത്ത് കൊണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലാ അലൈക അല്ലാഹു യാ അദ്നാനി യാ മുസ്തഫ യാ സ്വഫവത്തുർ റഹ്മാനി. നമ്മളെ ഗിത്രിയന്റെ തുടക്കത്തിലുള്ള വരി എന്താ ഉസ്താദ്? എനിക്ക് കാണാൻ ഓർമ്മയില്ലാത്തതുകൊണ്ട് ചോദിച്ചതാണ്. തുടക്കത്തിലുള്ള വരി
ഉസല്ലി സ്വലാത്തൻ തംലഉൽ അർള വസ്സമാ. അതെ, അലാമൻ ലഹു അഅലൽ ഉലാ മുതബവ്വഉ. ഒക്കെ റസൂലുള്ളാഹിന്റെ മദ്ഹാണ്. ആ വിത്രി എങ്ങനെ ചെല്ലുമ്പോ എന്റെ മനസ്സിൽ ഓർമ്മ വന്നത്, ഈ അന്തറോത്തിൽ ഇത് പതിവാക്കിയ പഴയ മഹാന്മാരുണ്ടല്ലോ, അവര് എത്ര വലിയ ഭാഗ്യവാന്മാരാണ്. റസൂലുള്ളാഹി പറഞ്ഞത്, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ ഫലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ. ഒരാളൊരു നല്ല കാര്യം ചെയ്താൽ അത് കണ്ട് വേറെ ആളുകൾ ചെയ്താൽ, ഇതിപ്പോ നമ്മളേതോ ഈ അന്തറോത്തിൽ ജീവിച്ച് മരിച്ചുപോയ ഏതോ നല്ല മനുഷ്യന്മാര് ചെയ്തതാണ്. തറാവീഹിന്റെ ശേഷം ഏത് ഉസല്ലി സ്വലാത്തൻ, ഇദാ ഞാൻ സ്വലാത്ത് ചൊല്ലുന്നു, തംലഉൽ അർള വസ്സമാ, ആകാശങ്ങളും ഭൂമിയും സൗരയൂഥങ്ങളും ഗാലക്സികളും അല്ലാഹുവിന്റെ പടപ്പുകളും എല്ലാ ഗോളങ്ങളെക്കാളും ഓവർടേക്ക് ചെയ്യുന്ന അതിനേക്കാളും മേലെ സബ്സ അഅലാ സബ്സ അഅലാ വ അഅലാ ഹമാരാ നബി സബ്സ ഉൻചാ വ ഉൻചാ ഹമാരാ നബി. ഏറ്റവും വലുത് ആകാശങ്ങളെക്കാളും ഭൂമികളെക്കാളും സ്വർഗത്തിനേക്കാളും നരകത്തിനേക്കാളും എല്ലാത്തിനേക്കാളും അതാണ് അവരാൽ ഗുണം കിട്ടി സർവ്വതിലെ എന്ന് മോയിൻകുട്ടി വൈദ്യര് പാടിയില്ലേ. അങ്ങനെയുള്ള സയ്യിദുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേലിലുള്ള സ്വലാത്ത്, ആ സ്വലാത്താണ് ഞാൻ ചെല്ലുന്നത്. ആ തുടക്കം തന്നെ വിത്രി എന്റെ തുടക്കം തന്നെ അതാ. കേട്ടില്ലേ? കേട്ടാലും കുഴപ്പമില്ല, കേട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അല്ലാഹു നമ്മളെ ചെവിക്ക്, നമ്മളെ കാതിന് ഖൈറ് കേൾക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. എന്തൊരു മട്ടന്റെ ആ ഒരു വരി, ഒറ്റ വരി തന്നെ, ഒന്നാമത്തെ വരി. അങ്ങനല്ലേ പറഞ്ഞത്? ഫസ്റ്റ് ഇംപ്രഷൻ ദ ബെസ്റ്റ് ഇംപ്രഷൻ. തുടക്കം തന്നെ ഉസല്ലി സ്വലാത്തൻ തംലഉൽ അർള വസ്സമാ അലാ മൻ ലഹു അഅലൽ ഉലാ. ആരമേല സ്വലാത്ത് ചെല്ലുന്നത്? അലാ മൻ, ഒരു മഹത്തായ വ്യക്തിയുടെ മേൽ, ലഹു അഅലൽ ഉലാ, മേലക്കും മേലെ ഉള്ള എല്ലാ സ്ഥാനത്തിന്റെയും ഉടമസ്ഥനായ മുഹമ്മദ് മുസ്തഫ. എന്തും മറ്റുള്ള എന്തോ ഒരു ക്ലാസിക്കൽ പോയം ആണ്. ഇംഗ്ലീഷിലെ കവിതകളൊന്നും ഒരു കവിതയല്ല, ഒരു ഭാഷയും ഒരു കവിതയല്ല. അറബി ഭാഷയുടെ മഹത്വം വേറൊന്നിനും കിട്ടൂല. ഇത് വല്ലാത്തൊരു ക്ലാസിക്കൽ ലാംഗ്വേജ് ആണ്, ഒരു മ്യൂസിക്കൽ ലാംഗ്വേജ് ആണ്. അറബി ഭാഷ പഠിക്കണം. നമ്മളെ കുട്ടികളൊക്കെ സെക്കൻഡ് സാറ്റർഡേ അവർക്ക് ഒഴിവാണ്. +2 പഠിക്കണ മക്കള്, ഹയർ സെക്കൻഡറിയിൽ പഠിക്കണ മക്കള്, അല്ലെ? ഒഴിവല്ലേ? സെക്കൻഡ് സാറ്റർഡേ, 2ാം ശനിയാഴ്ച ഒഴിവാണ്. ഇവിടെ എത്ര ഉസ്താദുമാരുണ്ട്. ഇവിടെ മർക്കസ് പ്രവർത്തിക്കണില്ലേ? ആ മർക്കസിലെ ഉസ്താദ് ഇടക്കാലത്ത് കശ്മീരിൽ പോയി ഇംഗ്ലീഷിൽ ക്ലാസ് എടുത്ത പ്രൊഫസർ അല്ലേ? ആ ഉസ്താദ് അറബി സാഹിത്യത്തിൽ നല്ല വിവരമുള്ള ആളല്ലേ? എന്റെ മജ്‌ലിസിലിരിക്കുന്ന ഈ ഉസ്താദുമാര് തന്നെ, ഖാസിം ഉസ്താദായാലും ഹിദായത്തുള്ള ഉസ്താദായാലും അവരൊക്കെ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ മജ്‌ലിസിൽ നല്ല ഇൽമുള്ളവരല്ലേ? ഇൽമുൻ നഹ്വ്, അറബി ഗ്രാമർ പഠിച്ചവരല്ലേ? അറബിയുടെ സുഖം, ഒരു സൗന്ദര്യം, അത് വേറൊന്നിനും കിട്ടൂല. അല്ലാഹു നമ്മളെ മക്കൾ എന്ത് വേണമെന്നറിയോ? സെക്കൻഡ് സാറ്റർഡേയിൽ 1.5 മണിക്കൂർ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം. അവർ ദീന് പഠിക്കട്ടെ, അറബി ഭാഷയിലൂടെ പഠിക്കട്ടെ. വഹാബികളെ മാതിരി പരിഭാഷ നോക്കിയാൽ പറ്റൂല. അറബി ഭാഷയിലൂടെ ഖുർആൻ പഠിക്കണം. അതിന് അറബിയുടെ ഗ്രാമർ, ഇൽമുൻ നഹ്വ് പഠിക്കണം, ഇൽമുസ് സർഫ് മനസ്സിലാക്കണം. അല്ലാഹു എല്ലാ ഞായറാഴ്ചയും ഒഴിവല്ലേ? 1.5 മണിക്കൂർ നമ്മുടെ മക്കള് ദീന് പഠിച്ചുകൂടെ? ഇപ്പൊ നിങ്ങൾ നോക്ക്, പഴയ കാലത്ത് ലക്ഷദ്വീപില് റമദാനിൽ സ്കൂളില്ല. ഒരു 40 കൊല്ലം മുമ്പ് ലക്ഷദ്വീപില്, ഒരു 30 കൊല്ലം മുമ്പ് ലക്ഷദ്വീപില് മദ്രസയിലോ അല്ലെങ്കിൽ പള്ളിയിലോ ഖുർആൻ പഠിക്കുന്ന സമ്പ്രദായമുണ്ട്. ഇപ്പൊ കുട്ടിയൊക്കെ അറിയില്ല. ഒരു സ്വകാര്യ മൈക്കല്ലാതെ പറയാം,
നമ്മളെ മക്കള് പലരും 8 വരെ മദ്രസയിൽ 8 വരെ 9 വരെ പഠിച്ചവരാണ്. ഒരു 4 കൊല്ലം കഴിയുമ്പോഴേക്കും ഖുർആനിന്റെ അക്ഷരം ഒരൊറ്റ അക്ഷരം അവർക്ക് ഓതാൻ അറിയില്ല. യാസീൻ പലർക്കും അറിയും, അത് അക്ഷരം അറിയുന്നത് കൊണ്ടല്ല, അതൊരു പാട്ട് പാടുമ്പോൾ അങ്ങനെ മനപ്പാഠം പഠിച്ചത് കൊണ്ട് ഓതുകയാണ്. ഹ ഏതാണ്, ഹ ഏതാണ്, ഖാഫ് ഏതാണ്, അത് അറിയൂല. സത്യാണത്. അത് ദ്വീപില് മാത്രല്ല, ഞങ്ങളുടെ നാട്ടിലും ഉണ്ടങ്ങനെ. ഇപ്പൊ പ്രത്യേകിച്ചും പഴയ കാലത്ത് റമദാനിൽ നമ്മളെ മദ്രസകളിൽ നമ്മുടെ പള്ളികളിൽ ഖുർആൻ ഓതിയിരുന്നു. ഖുർആനിന്റെ ഒരുപാട് നിയമങ്ങളുണ്ട്. നിയമപ്രകാരം ഖുർആൻ ഓതിയില്ലെങ്കിൽ റസൂലുള്ളാഹി പറയാണ് റബ്ബ ഖാരിഇൻ, എത്ര ഓത്തുകാരുണ്ട്, വൽ ഖുർആനു യൽഅനുഹു, അല്ലാഹ് ഖുർആന്റെ ഓത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോ ഖുർആൻ ഈ ഓതുന്നവനെ ശപിക്കുകയാണ്. ആര് പറഞ്ഞു? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. മനസ്സിലായോ? ആരെ ഖുർആന്റെ ലഅനത്ത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആർക്ക് മനസ്സിലായോ? നിനക്ക് അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. ആർക്ക് ലഅനത്ത് കിട്ടുകയാണ്? ഖുർആൻ ഓതുന്ന ആൾക്ക് അല്ലേ? എന്താ കാരണം? എങ്ങനെ ലഅനത്ത് കിട്ടാതിരിക്കുക? ഉദാഹരണം ഞാൻ പറയാ. നമ്മൾ മരണപ്പെട്ട വീട്ടിൽ ഓതുകയാണ് ഖുൽ ഹുവല്ലാഹു അഹദ്, സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. എങ്ങനെ ഓതുന്നു? ഇപ്പൊ സദസ്സിൽ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ്. നമ്മളെ ചായ വരുന്നുണ്ട്. ഇന്നൊരാൾ എന്നോട് പറഞ്ഞു ദുആരിക്കാൻ. അയാളെ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല. അയാളെ ബാപ്പ മൗത്തായി പോയി, അയാളെ ഉമ്മ മൗത്തായി പോയി. എന്റെ ഉമ്മാക്കും ബാപ്പാക്കും ഒന്ന് ദുആരിക്കണം ഉസ്താദ്, അതിനാണ് ചായ എന്ന് പറഞ്ഞിട്ടുണ്ട്. അയാൾ മജ്ലിസിലുണ്ടോ? ഇല്ല, അയാൾ ചായ ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും. അല്ലാഹു ഈ ചായ കുടിക്കുന്നതിന്റെ ഒക്കെ മിസ്ലു സവാബ് അയാളെ മൗത്തായി പോയ ബാപ്പയുടെ ഹദറത്തിലേക്കും അയാളെ മൗത്തായി പോയ ഉമ്മയുടെ ഹദറത്തിലേക്കും എത്തിക്കണം അല്ലാഹ്. ആ പള്ളിന്ന് പറഞ്ഞ വലിയ ജുമുഅത്ത് പള്ളിന്ന് പറഞ്ഞത്. പിന്നെ അയാൾ പറഞ്ഞ വേറൊരു സങ്കടമുണ്ട്. എന്താ സങ്കടം? അയാളെ മകൻ 10-30 വയസ്സായി, കല്യാണം ശരിയായിട്ടില്ല. അല്ലാഹു ബറക്കത്തുള്ള ഒരു പെണ്ണിനെ ഭാര്യയാക്കി നൽകണം അല്ലാഹ്. റമദാനിൽ നമ്മൾ ചായ കുടിക്കുകയാണ്, അയാളെ വക ചായ, അയാളെ വക കോഴിമുട്ട. അല്ലാഹു കബൂലാക്കണേ അല്ലാഹ്. ഒരു സ്വതക്ക കൊടുത്തിട്ട് ദുആരിപ്പിച്ചാൽ നല്ലതാണ്. അതിന്റെ ഫലം അനുഭവിച്ചവരാണ് നമ്മളെ പൂർവികന്മാര്. അതുകൊണ്ട് മോമിനീങ്ങളെ, ഒരു സെക്കൻഡ് സാറ്റർഡേയിലോ 1.5 മണിക്കൂർ നമ്മളെ ഉസ്താദുമാരിവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അവരടുക്കൽ പോയിട്ടൊരു ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി ഒന്ന് പഠിച്ചൂടെ നമ്മളെ മക്കൾക്ക്? അതിന് മുസ്ലിം ജമാഅത്ത് ഒരു ബോധവൽക്കരണം നടത്തണം. മുസ്ലിം ജമാഅത്ത് SSF ബോധവൽക്കരണം നടത്തണം. SSFന്റെ പ്രസിഡന്റ് ആരാ? അയാളെ പേരെന്താ? അല്ലാഹു അയാൾക്കും ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. നമ്മളെ ചെറുപ്പക്കാരോട് വെക്കേഷന്റെ ടൈമില് എക്സാം കഴിഞ്ഞാൽ, മാർച്ച് കഴിഞ്ഞാൽ 2 മാസം വെക്കേഷനാണ്. വെറുതെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ട് കാര്യമില്ല, ഇതിനൊക്കെ ഒരു ലക്ഷ്യം വേണം. ആ മക്കള് 17 വയസ്സുള്ള +2 കഴിഞ്ഞ കുട്ടികള് എന്തേ 1 മാസം ഓരോ ദിവസം, അത് ഒഴിവല്ലേ? ഒഴിവാണ്. ഹോളിഡേ അല്ലേ? ഹോളിഡേ ആണ്. ആ ഹോളിഡേയിൽ 1 മണിക്കൂർ എത്ര ഉസ്താദുമാർ ഈ സദസ്സിലുണ്ട്. ഞാൻ അന്തറോത്തുകാര കാര്യത്തിൽ വല്ലാതെ അഭിമാനം കൊള്ളുകയാണ്. കാരണം പല ദ്വീപിലെ പല നാടുകളിലും ചെന്നാൽ, ലക്ഷദ്വീപിൽ ഇങ്ങനെ ആലിമീങ്ങൾ സദസ്സിലുണ്ടാകാറില്ല. അപ്പൊ അങ്ങനെയാണോ എന്നറിയില്ല. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് ഈ ഉസ്താദുമാരും SSFകാരൊക്കെ ഒന്ന് എന്ത് വേണം? നമ്മളെ 17 വയസ്സ് 18 വയസ്സ് കഴിഞ്ഞ കുട്ടികളെ നേരിട്ട് പോയി ക്ഷണിക്കുക. കുട്ടികളെ ക്ഷണിക്കുക. കുട്ടികളെ അമ്മാനോട് പറയണം, ബാപ്പനോടും പറയണം. അല്ലാതിരുന്നാൽ ഖുർആൻ ഓതാൻ അറിയാത്ത ഒരു ടീം നമ്മുടെ സമൂഹത്തിലുണ്ടാകും. ഈ റമദാനിൽ സ്കൂളിൽ ഹോളിഡേ ആയിരുന്നു, അതിപ്പോ വർക്കിംഗ് ഡേ ആക്കിയതിന്റെ പിന്നിൽ ഇങ്ങനെ പല പല ലക്ഷ്യങ്ങളുമുണ്ട്. ഇത് ചെറിയ ഫിത്റയല്ല, നിങ്ങൾ മനസ്സിലാക്കണം. കരയിലൊക്കെ ചില കുട്ടി ഒരു വലിയ ഗൗരവമുള്ള വിഷയമായതുകൊണ്ട് ഞാൻ പറയാം. എല്ലാരും കൂടി ഉണ്ടാവുമ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ.
വെള്ളിയാഴ്ചകളിൽ എത്രയോ കുട്ടികൾ കരയിലൊക്കെ ഉള്ള മുസ്ലിം കുട്ടികൾ ജുമയ്ക്ക് വരുന്നത് എപ്പോഴാണെന്നറിയോ? എപ്പോഴാ വരുന്നത്? ജുമയ്ക്ക് ഇഖാമത്ത് കൊടുക്കുമ്പോഴാണ്. പിന്നെ അവർക്ക് സ്കൂളുണ്ട്, അപ്പൊ സലാം കിട്ടിയാൽ അവര് പോയി. ഖുതുബ, ജുമുഅന്റെ ഖുതുബ ഫുള്ളായിട്ട് കേൾക്കാത്ത 18ഉം 20ഉം 25ഉം വയസ്സുള്ള ചെറുപ്പക്കാര് അവിടെയും ഉണ്ട്, ഇവിടെയും ഉണ്ട്, ഇനി ഉണ്ടാവും ചെയ്യും. അതുകൊണ്ട് വെള്ളിയാഴ്ചകളിൽ നേരത്തെ പള്ളിയിൽ വരാൻ പറയണം. അല്ലാഹു, ഞാൻ പറഞ്ഞ വിഷയം അറബിയിലല്ലേ ഖുർആൻ, അറബിയിലല്ലേ ഖുർആൻ. ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ മനസ്സ് മാറ്റിയില്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ തങ്ങള് അറബിയിലെ ഖുർആൻ ഓതി കൊടുത്തത് കൊണ്ടും അല്ലാതെയും അതാ എല്ലാവർക്കും റസൂലുള്ളാഹിനെ കൊണ്ട് ഗുണം കിട്ടിയിട്ടുണ്ട്. ആർക്കാ ഗുണം കിട്ടാത്തത്? എല്ലാവർക്കും ഗുണം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട നബി തങ്ങൾ ദുആ ചെയ്യുകയാണ്. എന്താ ദുആർക്കണത്? ആർക്ക് വേണ്ടിയാ ദുആർക്കണത്? അവരുടെ പേരെന്താ? പോറ്റുമ്മാക്ക് വേണ്ടി. പോറ്റുമ്മാന്റെ പേര് റളിയല്ലാഹു അൻഹ അല്ലേ? എന്താ ദുആർക്കണേ? അല്ലാഹുമ്മഗ്ഫിർ ലി ഉമ്മി ബഅദ ഉമ്മി. എന്നെ ബഅദ ഉമ്മി എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ മൈ മദർ, മൈ മോം എന്ന് പറയില്ലേ? ചുരുക്കി പറഞ്ഞാൽ അതിനാ പറയില്ലേ? ആരാ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന മാഷന്മാരുണ്ടാവും ഇവിടെ. അള്ളാഹു അവർക്ക് ബറക്കത്ത് നൽകണേ അല്ലാഹ്. ആഫ്റ്റർ മൈ മോം, എന്റെ ഉമ്മയുടെ ശേഷം, എന്നെ പെറ്റ ഉമ്മയുടെ ശേഷം എന്നെ പോറ്റിയ ഉമ്മയാണ് ഈ കിടക്കുന്നത്. അല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിന്റെ ആ ദുആന്റെ ഒരു പവർ. അല്ലാഹുമ്മഗ്ഫിർ ലി ഉമ്മി ബഅദ ഉമ്മി. ഹബീബായ തങ്ങളെ പോറ്റിയ ഉമ്മക്ക് ഇത്ര വലിയ ദർജ ഉണ്ടെങ്കിൽ പെറ്റ ഉമ്മാനെ കാഫിറാക്കുന്നവരും അവര് നരകത്തിലേക്കാണെന്ന് എനിക്ക് യാതൊരു സംശയമില്ല. അള്ളാന്റെ റസൂലിന്റെ ഉമ്മാനെ കാഫിറാക്കുന്നവര് നരകത്തിലേക്കല്ലെങ്കിൽ അവർ എവിടേക്കാ പിന്നെ പോകാനുള്ളത്? അള്ളാന്റെ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത് എന്താ? ഹബീനല്ലദീന യുഉദൂന, അള്ളാന്റെ റസൂലിനെ ഇടങ്ങേറാക്കുന്നവര് അവർക്ക് വല്ലാത്ത ശിക്ഷ ഉണ്ട് എന്ന് അല്ലാഹ് പറഞ്ഞതാണ്. ഒരാളോട് പറയാ, എന്ത്? നമ്മളൊക്കെ മുസ്ലിങ്ങളല്ലേ, നമ്മളോട് ഇങ്ങനെ പറയാ, നിങ്ങൾ നോക്ക്, കൂട്ടത്തിൽ ഓർമ്മ വേണം. എന്ത്? നിങ്ങളെ വാപ്പ കാഫിറാണ്. എടാ, കാഫിറിന്റെ മോനെ വിളിക്കാൻ പറ്റുമോ? പറ്റൂല, ഹറാമാണ്. ഞാണെങ്കിൽ തന്നെ ചിലപ്പോ ബാപ്പ കാഫിറുണ്ടാവും, മകൻ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടാവും. അതാ വരുന്ന ഒരാള്, അള്ളാന്റെ റസൂൽ ഇങ്ങനെ അയാളെ ചൂണ്ടിയിട്ട് പറയാണ്. അതാരാ വരുന്നത്? വരുന്നതിന്റെ മുമ്പ് തന്നെ അയാളോട് എത്തിയിട്ടില്ല. അബൂജഹലിന്റെ മോനാണ്, അബൂജഹലിന്റെ മോനാണ്. അബൂജഹലിന്റെ മോനാരാ? എന്താണ് പേര്? വലിയ ബറക്കത്തുള്ള മോനാണ്. ബാപ്പ ലയനത്താക്കപ്പെട്ട, അങ്ങേയറ്റത്തെ ലയനത്താക്കപ്പെട്ട, ശപിക്കപ്പെട്ട അബൂജഹലാണ്. പക്ഷേ ആ ബദറിന്റെ പടക്കളത്തില് ഞാൻ പറഞ്ഞത് അള്ളാന്റെ റസൂലിനെ കൊണ്ട് ഗുണം കിട്ടിയതിന്റെ സാമ്പിളാ പറയണത്. ബഹുമാനപ്പെട്ട മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തലയെടുക്കാൻ ബാപ്പ വന്നു. അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി. ആ അബൂജഹലിനേക്കാളും നല്ല സ്ട്രോങ് ഉള്ള ശത്രുതയുള്ള ആളാണ് അബൂജഹലിന്റെ മകൻ. അന്ന് അള്ളാന്റെ റസൂലിന്റെ കഠിന ശത്രുവാണ്. എന്താ അവരുടെ പേര്? റളിയല്ലാഹു അൻഹു. ഏറ്റവും കൂടുതൽ ഉത്തരം പറയൽ ഈ പ്രിയപ്പെട്ട സഹോദരനാണ്. നിങ്ങളെ പേര് ഞാൻ മറന്നല്ലോ, ഇന്നലെ അങ്ങനെ തന്നെ. അബ്ദുറഹ്മാൻ, കമാൽ അബ്ദുൽ നാസർ അല്ലേ? അതാ ജമാല, കമാൽ അബ്ദുൽ. ജമാല എന്ന് ചോദിക്കാൻ കാരണം മിസ്റിൽ ജമാൽ അബ്ദുൽ നാസർ എന്ന് പറഞ്ഞൊരു ഭരണാധികാരി ഉണ്ടായിരുന്നു മുമ്പ്. ജമാൽ അബ്ദുൽ നാസർ, അതായത് മിസ്രികൾ പറയും മിസ്ർ എന്നുള്ളതിന് ഈജിപ്ത് എന്നാണ് ഇംഗ്ലീഷ് പറയാം, രണ്ടും ഒന്നേനെ. അതിന് മിസ്രികൾ പറയും ഗമാൽ എന്നാ പറയാം. ജ എന്നുള്ള അക്ഷരത്തിന് അവർ ഗ എന്നാ പറയാം. അവരുടെ ഭാഷ അങ്ങനെ. ഇതൊക്കെ ഇപ്പൊ എനിക്ക് എങ്ങനെ മനസ്സിലായി? ഒന്നെ മോനെ ഇടയ്ക്കൊന്ന് മക്കത്ത് പോയാൽ മതി. മക്കത്ത് നമ്മൾ ഉംറന്റെ അമീറായിട്ട് പോയിട്ട് എന്ത് വേണമെന്നറിയോ? അവിടെയുള്ള മനുഷ്യന്മാരോടൊക്കെ ഒന്ന് സംസാരിക്കാൻ നോക്കണം. വെറുതെ സംസാരിക്കന്നെ. ഞാൻ ഒരിക്കൽ മദീനത്ത് എന്ന് ബാർബർ ഷാപ്പ് കയറി ചെന്ന് നോക്കുമ്പോ രണ്ട് ഒമാൻ നാട്ടുകാരായ രണ്ടാളുണ്ട് അവിടെ മുടി വെട്ടാൻ വന്നത്. അപ്പൊ ഞാൻ അവരോട്, നമ്മളങ്ങനെ കണ്ട നമ്മൾ ഇന്ത്യക്കാരല്ല, ഇന്ത്യക്കാർക്ക് ഒന്നും അറിയില്ല എന്ന് അവരെ വിചാരം ഉണ്ടായാലും,
ഞാൻ ഒരു വയസ്സനാണ് ഒന്ന്. അപ്പൊ അയാളോട് ചോദിച്ചു, നിങ്ങൾ ഏത് നാട്ടുകാരാ? മിൻ ഐന അൻതും മിൻ ഫീൻ, നിങ്ങൾ എവിടെ ഏത് നാട്ടുകാരാ? അവര് പറഞ്ഞു ഒമാൻ. ഒമാന്റെ തലസ്ഥാനം ഏതാ? ഒമാന്റെ തലസ്ഥാനം ഏതാ? മസ്കത്ത്. ഏത്? മസ്കത്ത്. ആ മസ്കത്തിൽ ഞാൻ പറഞ്ഞു, അപ്പൊ നിങ്ങൾ ഒമാനികളാണല്ലേ? അതെ. എന്നാ നിങ്ങൾ മാസിൻ ഇബ്നു ഖദൂബ റളിയല്ലാഹു അൻഹുവിന്റെ നാട്ടുകാരല്ലേ? അപ്പൊ അതിന് കേട്ടപ്പോ അയാൾക്ക് നല്ല റാഹത്തായി. കാരണം ഇയാൾക്ക് കുറച്ചൊക്കെ ഒരു കിഡ്നിക്ക് വർക്കിംഗ് ഉണ്ട് എന്ന് മനസ്സിലായി. താഴെയുള്ള കിഡ്നി അല്ല, മേൽക്കുള്ള കിഡ്നി. രണ്ട് കിഡ്നിയും അല്ലാഹു തആല ഒരു ബുദ്ധിമുട്ടില്ലാതെ മരണം വരെ ദുനിയാവിലും അതിനുശേഷം പിന്നെ ആഖിറത്തിൽ സ്വർഗത്തിലെത്തിയ ഒരു കേടുണ്ടാവില്ല. അപ്പൊ ദുആർക്കേണ്ടതില്ല, സ്വർഗത്തിൽ എത്തിക്കിട്ടിയാൽ മതി. അല്ലാഹു തൗഫീഖ് നൽകണേ അല്ലാഹ്. അപ്പൊ ഞാൻ പറഞ്ഞത്, എന്താ പറഞ്ഞു, മിസ്രികളോട് സംസാരിച്ചാൽ അത് മനസ്സിലാവും. മിസ്ർ നാട്ടിലെ അറബിയാണ്. ഞാൻ കപ്പലിൽ വെച്ച ഒരു ചങ്ങായിനെ പരിചയപ്പെട്ടു. അപ്പൊ ഗൾഫിൽ നിന്ന് വരിക. ഏത് കപ്പൽ? അന്തറോത്തുക്കുള്ള കപ്പൽ. അപ്പൊ നോക്കുമ്പോ ഗൾഫിൽ നിന്ന് വരിക. ഇനിയെങ്കിലും അടുത്ത പോക്കിനെങ്കിലും പോകാൻ അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. മദീനത്ത് പോകാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അല്ലാഹു അതിന് ഇനി പോകാൻ പറ്റിയ ദീർഘായുസ് നൽകണേ അല്ലാഹ്. അവർക്കും ഞമ്മക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. മക്കത്ത് പോകാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. കേൾക്കൽക്ക് സംഗതി കേൾക്കൂല, കേൾക്കാതിരിക്കാൻ തന്നെയാണ് ഓപ്പറേറ്റർ ഇടക്കിടക്ക് ഓഫാക്കണത്. അപ്പൊ ഞാൻ പറഞ്ഞ വിഷയം ബഹുമാനപ്പെട്ട മുത്തായ തങ്ങള് അതാ വരുന്നു. ആര്? അബൂജഹലിന്റെ മകൻ. അബൂജഹലിന്റെ മകനായ ഇക്രിമത്ത് ആരാങ്ങക്കറിയോ? അള്ളാന്റെ റസൂലിന്റെ തലയെടുക്കാൻ ബാപ്പയുടെ കൂടെ വലിയ സ്ട്രോങ്ങോടുകൂടി ബദറിന്റെ പടക്കളത്തിൽ വന്നില്ലേ? അരിമൂഅദണ്ടവർ ഉരൈ ബദ്ർ ചണ്ടയിൽ പൊരുതനെ നിണ്ടിടലായി. അതുപോളുതത്തലം അബുജഹലെത്തിടൈ എന്നതിൽ എതിർത്തിടുവാൻ കുറയാതെ സന്തബിലത് പടി ബന്ധവൻ ചമർ പോരു ദന്തനുമായി കുതുകൂലമിട്ട് ഞാൻ ഒരു ലറി വിട്ടവൻ തുടമേലെ തട്ടിടലായി. ഒരു രണ്ട് വാക്ക് മഹാകവി മോയിൻകുട്ടി വൈദ്യരെ ബദറിയാൻ പാടാണ്. ഈ ബദരീങ്ങളെ ചരിത്രം, ബദറുമായി ബന്ധപ്പെട്ട ചരിത്രം പറഞ്ഞാലും ദുആക്ക് ഉത്തരം കിട്ടും എന്ന് ഉറപ്പാണ്. നമ്മളെ അനുഭവങ്ങളാണ്. ഇന്നിപ്പോ ഒരാളിനോട് ചോദിച്ച്, ആര്? നമ്മളെ കമാൽ ഉസ്താദ് എന്നോട് ഇന്നലെ രാത്രി വന്നിട്ട് ചോദിച്ചു, കമാൽ ലത്തീഫി, നിങ്ങളെ കാലിന്റെ ഒരു മുറിവ് മാറിയത് ഏതോ ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ടല്ലോ. എന്റെ കാലിന് ഓപ്പറേഷൻ ചെയ്തു, എന്നിട്ടോ മുറിവ് മാറുമെന്ന് ഡോക്ടർ പറഞ്ഞതാ. ഒരു 4 ദിവസം, ഒരു 6 ദിവസം കൊണ്ട്, 4, 5, 6 ദിവസം കൊണ്ട് സുഖാവും എന്ന് പറഞ്ഞു. പക്ഷേ സുഖമായില്ല. ഒരാഴ്ച കഴിഞ്ഞു. ഡോക്ടർ പറഞ്ഞു മറ്റന്നാളെ വരി. മുറിവ് കെട്ടാൻ വേണ്ടിയിട്ട്, മുറിവ് ഡ്രസ് ചെയ്യാൻ വേണ്ടി ഓപ്പറേഷൻ ചെയ്തത് ഈ വിരല്, ഈ തള്ള വിരല്, വലിയ വിരല്. മറ്റന്നാളെ പോയപ്പോ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ മറ്റന്നാളെ വരി, ഒന്നുകൂടെ നോക്കാനുണ്ട്. അങ്ങനെ അടുത്ത മറ്റന്നാളെ പോയപ്പോ എന്നോട് പറഞ്ഞു പർസും അയ്യേ, മറ്റന്നാളെ വരൂ. അങ്ങനെ 3ാമത്തെ മറ്റന്നാളെ പോയപ്പോ പിന്നെ എന്നോട് പറഞ്ഞു നിങ്ങൾ മറ്റന്നാളെ വരി. അതായത് എന്റെ മുറിവ് ഉണങ്ങിയിട്ടില്ല. ഇതാ ഇയാള് പിന്നെയും പറയണത്. മാസം 1 കഴിഞ്ഞപ്പോയേ എന്നെ കൊല്ലത്തെ ഏരൂർ എന്ന സ്ഥലത്ത് നിന്ന് വിളിച്ചു പ്രസംഗത്തിന് വേണ്ടി. ഏരൂര് ആ ഉസ്താദിനെ അന്ന് എനിക്ക് നേരിൽ പരിചയമില്ല. ആ ഉസ്താദ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ വരണം, ഒക്ടോബർ 5-നും 6-നും ഞങ്ങളെ നാട്ടിൽ വരണം. ഞാൻ പറഞ്ഞു കാലില് വലിയ മുറിയാണ്. എന്റെ അനുഭവം ഒരുപാട് പറയാനുണ്ട്, നമുക്കൊക്കെ പറയാനുണ്ട്. അതുകൊണ്ട് ഞാൻ എവിടേക്കും പോകുന്നില്ലല്ലോ ഉസ്താദേ. ആ ഉസ്താദ് പറഞ്ഞു നിങ്ങൾ ബദരീങ്ങളെ ചരിത്രം പറയുന്ന ആളല്ലേ, നിങ്ങൾ വരണം, നിങ്ങൾ ഇവിടെ വരും, ഞങ്ങളെ നാട്ടിൽ വരും. നാളെ ഞങ്ങൾ ഫ്ലക്സ് റെഡിയാക്കാൻ പോവാണ്. നിങ്ങൾ എന്ത് വേണം? 14 ശുഹദാക്കളെ പേര് ചൊല്ലിയിട്ട് ബദറിൽ ഷഹീദായ 14 ശുഹദാക്കളുണ്ട്. യാ സാദത്തൽ ബദരി സലാമു അലൈക്കും
نرجو الغياث ونحتمي بهماكم مستيقنين بفضلكم وعلاكم فتقبلوا برضاكم رضي الله മുസ്തൈഖിനീൻ ഞങ്ങൾക്ക് ഉറപ്പാണ് ബദരീങ്ങളെ 14 ശുഹദാക്കളെ പേര് ചൊല്ലിയിട്ട് കയ്യിലൂതണം എന്നിട്ട് നിങ്ങൾ വിരലിമ്മ തൊടവണം ആ ഉസ്താദ് ഏരൂർ ശംസുദ്ദീൻ മദനി ഉസ്താദ് എന്നോട് പറഞ്ഞു ഞാൻ എന്ത് ചെയ്തു ലോഹറിന്റെ സമയത്താണ് ടെലിഫോൺ കോള് ലോഹർ മുതൽ അസർ വരെ മഗ്രിബ് വരെ ഇശാ വരെ അന്ന് ഉറങ്ങുന്നത് വരെ 14 ശുഹദാക്കൾ ബദറിൽ ഷഹീദായിട്ടുണ്ട് അവരെ പേര് ചൊല്ലി കയ്യിലൂതി ഒരു മാസം കഴിഞ്ഞ് രണ്ടാമത്തെ മാസത്തിലേക്ക് കടക്കുമ്പോഴാണ് പിറ്റേന്ന് പോയി ഡോക്ടർ അടുക്കലേക്ക് ഡോക്ടർ ഏത് കോട്ടക്കൽ എന്റെ നാട്ടിന്റെ അടുത്താണ് കോട്ടക്കലിന്റെയും തിരൂരിന്റെയും ഇടയിലാണ് എന്റെ നാടായ തെന്നല എന്ന് പറയുന്ന ഗ്രാമം ഉള്ളത് ഡോക്ടർ അടുക്കൽ ചെന്നപ്പോ അയാള് പിറ്റേന്ന് രാവിലെ ഒരു 8:30-8:45 ഡോക്ടർ മുഹമ്മദ് റിഷാദ് നോക്കിയിട്ട് പറയാണ് പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ് ഇനി മുറിവ് ഡ്രസ് ചെയ്യേണ്ടതില്ല എന്താ കാരണം അല്ലാഹുവിന്റെ ബദരീങ്ങളോട് മഹബത്തുള്ള മഹാനായ ഉസ്താദ് ഉമയനല്ലൂർ ഉപ്പൂപ്പാന്റെ ഇജാസത്ത് പ്രകാരം അസ്മാഉൽ ബദർ ചൊല്ലാൻ പറഞ്ഞപ്പോ ചൊല്ലിയപ്പോ അത് അന്ന് മാത്രല്ല പലപ്പോഴും ഫലം കണ്ടതാണ് യാ അല്ലാഹ് ഇന്ന് ഞങ്ങൾ ലാസ്റ്റ് ആ 14 ശുഹദാക്കളെ പേര് ചൊല്ലിയിട്ട് ദുആരിക്കുകയാണ് ഞാൻ കൂടുതൽ നീട്ടിപ്പരത്തി പറയൂല എന്നോട് ഇവിടുത്തെ പ്രവർത്തകര് പറഞ്ഞിട്ടുണ്ട് എന്ത് നമ്മുടെ നാട്ടിൽ നിന്ന് പാവങ്ങളെ സഹായിക്കാൻ ഒരുപാട് ക്യാഷ് വേണം ചികിത്സക്ക് സഹായിക്കണം കരയിലേക്ക് പോകാൻ ഒരുപാട് ക്യാഷ് ചെലവാണ് അതുകൊണ്ട് ചികിത്സിക്കാൻ കരയിൽ പോകണം ക്യാഷ് വേണം അല്ലാഹ് ഇതിലേക്ക് നിങ്ങളെല്ലാവരും നല്ല സംഭാവനകൾ തരണം അല്ലാഹു കബൂലാക്കണേ അല്ലാഹ് ബദരീങ്ങളെ പേര് ചൊല്ലിയിട്ട് ദുആർന്നാല് ഉറപ്പാണ് തെറിയപ്പളിജാബത്തെത്തും മുജറബായി എമ്മൈ കണ്ടതാ സയ്യിദി ശിഫത്തായനിൽ ബദരീങ്ങളെ പുകൾ ഹഖിനാൽ ആ ബദരീങ്ങളിൽപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവമാണ് മഹാകവി മോയിൻകുട്ടി വൈദ്യർ ഉദ്ധരിക്കുന്നത് അരി മുആദണ്ടവർ ഉരൈ ബദർ ചെണ്ടയിൽ പൊരുതനൈ നീണ്ടിടലായി അരി മുആദ് ഹരി എന്ന് പറഞ്ഞ സിംഹം എന്നതിന്റെ അർത്ഥം അള്ളാന്റെ സിംഹമായിരിക്കുന്ന മുആദ് ഇബ്നു അംർ ഇബ്നുൽ ജമൂഹ് എന്നവരെ ഫുൾ പേര് മുആദ് ഇബ്നു അംർ എന്ന് പറഞ്ഞാൽ അംർ എന്നവരെ മകനായ മുആദ് എന്നവരെ ബാപ്പാന്റെ പേരെന്താണ് അംർ റളിയല്ലാഹു അൻഹു അവര് പറയാണ് എന്താ പറയണത് അരിമോദണ്ടവറുരൈ ബദർ ചെണ്ടയിൽ പൊരുതനൈ നീണ്ടിടലായി അത് പോടുതത്തലം പുജഹല തീടൈ എനതിലിയേതിർ തീടുവാൻ കുറയാതെ സന്തബില്ലത് പാടി ബന്ധവൻ ചമർ പോരു ദന്തനുമായി കൊതുകോലമിട്ട് ഞാനൊരു വേറെ വിട്ടവൻ തുടമേലെ തട്ടിടലായി അത് പൊളുതത്തലം അബൂജഹലെത്തിടൈ എന്നതിൽ എതിർത്തിടുവാൻ ഞാനിങ്ങനെ ബദറിന്റെ പടക്കളത്തിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോ സയ്യിദുനാ മുആദ് ബദരീങ്ങളിൽപ്പെട്ട റളിയല്ലാഹു അർക്കപ്പറ സയ്യിദുനാ മുആദ് ഇബ്നു അംർ ഇബ്നുൽ ജമൂഹ് അവര് ബദരീങ്ങളിൽപ്പെട്ടവരാണ് അവർ ഉഹദീങ്ങളിൽപ്പെട്ടവരാണ് ആ ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ നിന്നോട് ചോദിക്കുകയാണ് യാ അല്ലാഹ് ഞങ്ങളെ റമദാൻ കബൂലാക്കണേ അല്ലാഹ് ബറക്കത്തുള്ള രാവുകളും പകലുകളുമാക്കണേ അല്ലാഹ് ഖുർആൻ ഒരുപാട് ഓതാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ് മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു പറയാണ് അത് പൊളുതത്തലം അബൂജഹൽ എത്തിടൈ എന്നതിൽ എതിർത്തിടുവാൻ യുദ്ധത്തിന്റെ ഇടയ്ക്ക് അത് പൊളുതത്തലം അബൂജഹൽ എത്തിടൈ ആ അബൂജഹൽ എന്നെ കൊള്ള വന്നു എന്നോട് യുദ്ധം ചെയ്യാൻ വേണ്ടി അബൂജഹൽ ഭയങ്കര സാധനാണ് ആരാണ് ഭയങ്കരമായ മല്ലനാണ് ആയോധന പാടവത്തിൽ അഗ്രേസരനാണ് കളരി അഭ്യാസ മുറകളിൽ 1 നമ്പറാണ് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു
അതേ ഒന്ന് മാറി മാറി നിന്നു. അബൂജഹലിന്റെ അവിടുന്ന് ഒന്നങ്ങോട്ട് മാറി, ഒന്ന് അങ്ങോട്ട് മാറി. അപ്പൊ എന്റെ പിന്നാലെ തന്നെ ഇയാള് വരികയാണ്, അബൂജഹല് വരികയാണ്. അങ്ങനെ വന്നപ്പോ കുറയാതെ പടി ബന്ധവൻ ചമർ പോരും തെന്തനുമായി കുതുകൂലമിട്ട് ഞാനൊരു നറി വിട്ടവൻ തുടമേലെ തട്ടിടലായി. കുറയാതെ സന്തബീൽ അത് പടി ബന്ധവൻ ചമർ പൊരുത് എന്തനുമായി. ചമർ പൊരുത് എന്ന് പറഞ്ഞ യുദ്ധം ചെയ്ത്, എന്നോട് യുദ്ധം ചെയ്ത് അവസാനം എന്ത് ചെയ്തു? എന്നെ കൊല്ലണം എന്നുള്ള നിയ്യത്തിലാണ് അബൂജഹൽ. ഏതായാലും ഇങ്ങോട്ട് അബൂജഹലും മാറുന്നില്ല, എന്റെ പിന്നാലെ എന്നെ തന്നെ ഫോളോ ചെയ്യാം. എന്നാ പിന്നെ ഒരു കൈ നോക്കാം എന്നല്ല നിലയ്ക്ക് ഞാനും അവസാനം കുതുകുലമിട്ട് ഞാൻ അതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് പഴയ മലയാളം ആണ്. 200-ലേറെ കൊല്ലം മുമ്പുള്ള പാട്ടാണ്. മലയാളം മാറിയിട്ടുണ്ടോ? മാറിയിട്ടുണ്ട്. എല്ലാ ഭാഷയും മാറിയിട്ടുണ്ട്. അന്തറോത്ത് 200 കൊല്ലം മുമ്പുള്ള സംസാരമാണോ ഇപ്പത്തെ വയസ്സന്മാര് 80 വയസ്സുള്ള ആള് സംസാരിക്കണ സംസാരമാണോ ഇപ്പൊ 25 വയസ്സുള്ള ചെറുപ്പക്കാരൻ സംസാരിക്കണ? അല്ല. ഹേലെന്നെ മട്ടക്കേടൊന്നുമില്ല. ഇപ്പൊ എന്താ പറഞ്ഞു? അങ്ങനൊന്നുമില്ല. ഇപ്പൊ ഒക്കെ മാറ്റം. എന്താ വിശേഷം എന്നപ്പത്തെ ചെറുപ്പക്കാർ ചോദിക്കാം. ലക്ഷദ്വീപിലെ ചെറുപ്പക്കാർ ഭാഷയിൽ മാറ്റം വന്നിട്ടുണ്ട് ഇല്ലേ? കുറെ ഇംഗ്ലീഷ് വാക്കുകൾ കടന്നു വന്നിട്ടുണ്ട്. പഴയ ആൾക്കാർക്ക് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വയസ്സന്മാര് പറയില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ചോദിക്കൂല. വയസ്സന്മാര് തന്നെ 80-ന്റെ മേലുള്ള വയസ്സ്. അപ്പൊ ഏതാട്ടെ ഭാഷക്ക് മാറ്റം വന്നിട്ടുണ്ട്. കുറയാതെ പടി ബന്ധവൻ ചമ്മർ പോരു ദന്തനുമായി കുതുകൂലമിട്ട് ഞാൻ എന്നെ കൊള്ള വന്നപ്പോ കുതുകുലമിട്ട് ഞാൻ കുതുകുലമിട്ട് ഞാനൊരൊറ്റ ഒച്ച അങ്ങോട്ട് അല്ലാഹു അക്ബർ ഒച്ചിട്ട് ആ ഒച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? ഒരു നെറുമ്പിട്ട് എന്റെ കയ്യിലുള്ളൊരു വാളുണ്ട്. ആ വാള് കൊണ്ടൊരു വെട്ടങ്ങ് വെട്ടിയപ്പോ ഒരു നെറുമ്പിട്ട്, അതായത് ഒരു വെട്ടങ്ങട്ട് വെട്ടിയപ്പോ അവന്റെ തുടമ്മല് കാലിന്റെ തുടമ്മ തട്ടി. തുടമ്മ തട്ടാൻ വേണ്ടി വെട്ടിയതല്ല, അവന്റെ ശരീരം ഈ വയറിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒറ്റ വെട്ടാണ്ട് വെട്ടിയിട്ട് ഇവിടെ ഇങ്ങനെ 2 പീസ് ആക്കാൻ വേണ്ടി വെട്ടിയതാണ്. 2 പീസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? താഴേക്കൊരു പീസ് കൊച്ചിയിലേക്ക്, പള്ളന്റെ മേൽക്കൊരു പീസ് കൊയിലാണ്ടിക്ക്, അങ്ങനെ 2 പീസാക്കാൻ വേണ്ടി. പക്ഷേ ആൾ അബൂജഹലല്ലേ, അഭ്യാസം മുറപ്രകാരം മാറിയപ്പോ ഈ കാലിന്റെ തുടമ്മലാണ് തട്ടിയത്. അതാ പറയുന്നത് കുറയാതെ പാടി ബന്ധവൻ ചമ്മർ പോരു ദന്തനുമായി കുതുകൂലമിട്ട് ഞാനൊരു നാറ് വിട്ടവൻ തുടമേലെ തട്ടിടലായി. അവന്റെ തുടക്ക് നല്ല വെട്ട് കിട്ടി. അബൂജഹലിന്റെ ചോര ഇങ്ങനെ പൈപ്പിൽ നിന്ന് വെള്ളം ചീറ്റും പോലെ ഇങ്ങനെ ചീറ്റുകയാണ്, ഓടുകയാണ്. എന്നും വിളിച്ചിട്ട് ഓനക്ക് എപ്പോഴും വിളിക്കാനുള്ള ലാത്താനെയല്ല. വല്ലാതെ ബേജാറാകുമ്പോ, വലിയ കഷ്ടപ്പാടാകുമ്പോ ഹുബുലുൽ ആലായെ വിളിക്കും. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ലാത്ത ഒരു ചെറിയ ചോട്ടാ പടച്ചോനാണ്, ഉസ്സ ഒരു ചോട്ടാ പടച്ചോനാണ്. വലിയ ഇടങ്ങേറിന്റെ സമയത്ത് അവര് വിളിക്കല് ഹുബുൽ എന്ന് പറയുന്ന ദൈവത്തിനെ. അതാണ് ഹുബുലുൽ ആല. ആല എന്ന് പറഞ്ഞ ഏറ്റവും മേലുള്ള പടച്ചോന്. അതാ മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം. അതുകൊണ്ട് അതാ സഹീഹുൽ ബുഖാരിയിൽ പറയുന്നു, ബദർ യുദ്ധത്തിൽ മുഹമ്മദിന്റെ തല നമ്മൾ എന്തായാലും എടുക്കും, അബൂബക്കറിനെ കൊല്ലും, ഉമറിനെ കൊല്ലും. നമ്മളെ കയ്യിൽ ഇഷ്ടം പോലെ വാളുണ്ട്, മുഹമ്മദിന്റെ ആൾക്കാരുടെ കയ്യിൽ വാളില്ല. അവര് മദീനയിൽ നിന്ന് 150 കിലോമീറ്റർ നടന്നു വന്നതാണ്. അവർക്ക് ഭക്ഷണം കഴിക്കാനൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ചല്ലോ. ആര്? മുശ്രിക്കുകൾ, അബൂജഹലിന്റെ ആൾക്കാർ. ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? മെയിനായിട്ട് ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ? ചോറല്ല, പിന്നെന്താ? ഒട്ടകത്തിന്റെ ഇറച്ചിയാണ്. ഒട്ടകമാണ് മെയിന്. അയക്ക് എപ്പോഴെങ്കിലും കുറച്ച് അരി കൊണ്ടുള്ള ചോറോ എന്തെങ്കിലും കൂട്ടിയെങ്കിലായി. ഒട്ടകം പള്ള നിറച്ച് ഒട്ടകമാണ്. മിഅത്ത് നരക്കൊരു ബുഹത്ത്. ഒരു ഒട്ടകത്തിന് അർത്താൽ 100 ആളാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇന്നത്തെ അറബികളൊക്കെ ഒരു ഒട്ടകത്തിന് അർത്താൽ 500-600 ആളാണ് കഴിക്കുന്നത്. അന്ന് ഒട്ടകം എന്ന് പറഞ്ഞാൽ നുസ്ഹത്തുൽ മജാലിസ് എന്ന കിതാബിൽ പറയാണ്, ഈ ഇറച്ചിന്റെ കൂട്ടത്തിലേറ്റം മനുഷ്യന്റെ ശരീരത്തിലേക്ക് എഫക്റ്റീവായ ഇറച്ചി
ഏത് ഷുഗർ ഉള്ള ആൾക്കാർക്കും കഴിച്ചാൽ നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകാൻ പറ്റിയ ഇറച്ചി ഏതാണെന്നറിയോ? കിതാബിൽ പറയാണ്, നുസ്ഹത്തുൽ മജാലിസ് എന്ന കിതാബിൽ പറയാണ്, 1 നമ്പർ ഇറച്ചി ഏതാണ്? ഒട്ടകത്തിന്റെ ഇറച്ചിയാണ്. അതേതായാലും നമുക്ക് അറക്കാൻ പറ്റൂല, അറുക്കാൻ നമ്മളെ കൊണ്ട് കഴിയൂല. കാരണം എന്താവുന്നറിയോ? ബുദ്ധിമുട്ടാവും, നമ്മളെ നിയമം അനുവദിക്കണില്ല. 2ാം സ്ഥാനത്തുള്ള ഇറച്ചി ഏതാണെന്നറിയോ? ഒരു മസാലയാണ്. 2ാം സ്ഥാനത്തുള്ള ഇറച്ചി ഏതാ? ഫൈവിറച്ചിയല്ല, ആടാണ്. റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ടതല്ലേ ഇറച്ചി, ആടിറച്ചി. അപ്പൊ അതുകൊണ്ട് ആട്ടിറച്ചി ഇനിയിപ്പോ എപ്പോഴാ മമ്നൂ ആക്കുക എന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് അന്തറോത്ത് ഞാൻ ഇവിടെ ആദ്യമായിട്ട് വേദന വന്നതാണ്. മുസ്തഫ സഖാഫി, പടച്ചോനെ ഇവിടുന്ന് ഏതായാലും ഫൈവിറച്ചി കിട്ടൂല, ഏതോ നാട്ടിൽ നിന്ന് അറുത്തിട്ട് സല്ലാദയിൽ വെച്ച ഫ്രിഡ്ജിൽ വെച്ച ഇറച്ചിയാണ് ഇപ്പൊ നമുക്ക് ഫൈവിറച്ചി കിട്ടുള്ളൂ. ആട്ടിറച്ചി ഫ്രഷ് കിട്ടാനും അത് കഴിക്കാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അത് തന്നവരായ വീട്ടുകാർക്ക്, ഇന്ന് ആട്ടിറച്ചി തന്ന വീട്ടുകാർക്കും അല്ലാഹു വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്. നമ്മളെ റഡാർ വർക്ക് ചെയ്യുന്നുണ്ട്. എന്താ റഡാർ? ഈ സ്റ്റേജിന്റെ പരിസരത്ത് ആരോ മണക്കുന്ന കൊള്ളിക്ക് തീ കൊടുത്തിട്ടുണ്ട് എന്ന് എന്റെ മൂക്ക് എന്നോട് പറയുന്നു. അതാണ് റഡാർ. അള്ളാഹു തന്ന വലിയ റഡാറാണ്. ആരോ ഒരാൾ മണക്കുന്ന കൊള്ളി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ബീഡി അല്ലെങ്കിൽ ചുരുട്ട് അല്ലെങ്കിൽ സിഗരറ്റ്, എന്തോ ഒന്നിന് തീ കൊടുത്തിട്ടുണ്ട് എന്ന് എന്റെ മൂക്ക് എന്നോട് പറയുന്നുണ്ട്. അതാണ് നമ്മൾ റഡാർ പറയാൻ. റഡാറിന്റെ കഴിവ് ഭയങ്കര കഴിവാണ്. മാഷാ അല്ലാഹ്, തബാറക്കല്ലാഹ്, ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അബൂജഹൽ ഓടുകയാണ്. അവിടെ എന്ത് വേണമെന്നറിയോ? അബൂജഹൽ ഓടണമാതിരി ആ ബീഡിക്ക് തീ കൊടുത്താൽ ഓടട്ടെ, അടുത്തൊന്നും നിൽക്കണ്ട. നമ്മളെ മൂക്കിനെ തൽക്കാലം രക്ഷപ്പെടുത്തണം. അതിന് വേണ്ടിയിട്ട് അബൂജഹൽ ഓടും പോലെ ഇയാൾ ഓടട്ടെ. പിന്നെ എങ്ങനെ? റമദാൻ മാസമാണിത്, എണ്ണം ചുരുക്കാൻ പറ്റുക. ഇന്ന് 4 ബീഡി വലിക്കുന്ന ആള് നാളെ 3 വലിക്കുക, മറ്റന്നാള് 2 വലിക്കുക. അങ്ങനെ പാടില്ല പുക വലിയെന്ന് ഇമാം ഗസാലി പറയുന്നു, വേഗം മാറ്റണേ ഈ ജോലി. നല്ല സംഗതിയൊന്നുമല്ല. കാരണം അതെന്താ അറിയോ? മലായിക്കത്ത് വരെ ശപിച്ചു പറയും. ഞാനിപ്പോ ഇന്ന് തറാവിസ്കാരം കഴിഞ്ഞ ശേഷം ഉസ്താദെ കക്കൂസിട്ട് പോവാം, ഞാൻ കാണിച്ചു തരാം കക്കൂസ് ഉണ്ട് എന്ന് പറഞ്ഞ ഒരാൾ എന്നെ കൊണ്ടുപോയി. ഞാൻ കക്കൂസിനുള്ളിൽ കയറി. അപ്പൊ ഇയാളെ പണി എന്താ? പുറത്ത് ഇയാൾ ഈ നാറുന്ന കൊള്ളിക്ക് തീ കൊടുത്തിട്ടുണ്ട്. ആര് പറഞ്ഞു? എന്റെ മൂക്ക് എന്നോട് പറഞ്ഞു. അയാൾ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ അയാൾക്ക് ഈ തറാവി കഴിഞ്ഞാൽ ഉടനെ ഇത് ഈ ചൂട്ടിന് തീ കൊടുക്കൽ അയാൾക്കുള്ള പണി. അത് തമാശ പറയല്ല, ഒഴിവാക്കണം. ക്രമേണ ഒഴിവാക്കണം. അള്ളാന്റെ മലായിക്കത്ത് മനുഷ്യന്മാർക്ക് ഇടങ്ങേറുണ്ടാകുന്ന സംഗതി കൊണ്ടൊക്കെ മലായിക്കത്തിന് ഇടങ്ങേറുണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞതല്ല. മുത്ത് മുഹമ്മദ് മുസ്തഫ ഇതിലൊക്കെ റസൂലുള്ളാഹിന്റെ പാഠങ്ങളില്ലേ സുഹൃത്തുക്കളെ? ഞാൻ പറഞ്ഞ വിഷയം അതാ. കുതുകുലമിട്ട് ഞാൻ ഒരു ലെറുബിട്ട് ഞാൻ ഒരു വെട്ടങ്ങിട്ട് വെട്ടിയപ്പോ അതാ മുശ്രിക്കീങ്ങൾ ഒട്ടകത്തിന്റെ ഇറച്ചി പള്ള നിറച്ച് തിന്നിട്ട് വന്നവരാണ്, ആഫിയത്തുള്ളവരാ. ഹബീബായ തങ്ങൾക്ക് ഒരിറച്ചി റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിനിക്ക് 5-6 ദിവസമായി മദീനയിൽ നിന്ന് ബദറിലേക്ക് പുറപ്പെട്ടിട്ട് ഇറച്ചിയില്ല, ഭക്ഷണമില്ല, റൊട്ടില്ല, കുടിക്കാൻ വെള്ളമില്ല, കാലുമ്മല് ചെരുപ്പില്ല, നടന്നിട്ട് വന്നതാണ്. എങ്ങനെ ബദരീങ്ങളെ അല്ലാഹു സഹായിക്കാതിരിക്കുക? എങ്ങനെ ആ ബദരീങ്ങളെ മുൻനിർത്തി ചോദിച്ചാൽ പിന്നെ നമുക്ക് ദുആക്ക് എങ്ങനെ മുഅ്മിനീങ്ങൾക്ക് ഉത്തരം കിട്ടാതിരിക്കുക? സുഹൃത്തുക്കളെ, അതാ ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ അല്ലാഹു നമ്മളെ എല്ലാ വെള്ളത്തിലും എല്ലാ ഭക്ഷണത്തിലും ബർക്കത്ത് നൽകണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബി പറയാണ്, മുറികൂറെ പറ്റലി ശുഗ്ലാകപ്പെട്ടവൻ അണിമറഞ്ഞിട്ടുളരേ മുറുകവേ തീടൈ ജഹലൂടെ പുത്തിരൻ ഇക്രീമത തലമിൽ. മുറിക്കുറെ പറ്റയിൽ അവന്റെ ആ മുറി, അബൂജഹലിന്റെ കാലിന്റെ തുടമ്പിലുള്ള മുറി ഭയങ്കര സ്ട്രോങ് ഉള്ള മുറിയാണ്. ആഴത്തില് നല്ല മുറിയാ, ചോരന്റെ ഒലിക്കുന്നുണ്ട്. അവനെന്ത് ചെയ്തു? അബൂജഹൽ ഓടുകയാണ്. മുറി കുറെ പറ്റലിൽ ശുഗിലകപ്പെട്ടവൻ അണി മറഞ്ഞിട്ടുളരൈ. അണി എന്ന് പറഞ്ഞ സൊഫ്,
ആ സൊഫിൽ നിന്ന് യുദ്ധത്തിന്റെ അണിയിൽ നിന്ന് അങ്ങോട്ട് ഓടി ഒറ്റ ഓട്ടം ഈ വിളിയും വിളിച്ചു കാട്ടി. അങ്ങനെ ഓടുമ്പോൾ അതാ ബാപ്പാന്റെ കാലിന് വെട്ടിയ ആളാരാ? എന്റെ ബാപ്പാന്റെ കാലിന് വെട്ടിയ ധാരാ എന്നും പറഞ്ഞിട്ടതാ ബാപ്പാന്റെ പ്രിയപ്പെട്ട മകൻ വരികയാണ്. അബൂജഹലിന്റെ മകനതാ ആര്? ഇക്രിമത്ത്. ആരും ലഅനത്തൊന്നും പറയണ്ട. ഇക്രിമത്ത് റളിയല്ലാഹു അൻഹു മുറുകവേ എത്തിയുടെ ഈ ജഹലുടെ പുത്തിരൻ, ജഹലിന്റെ പുത്തിരൻ എന്ന് പറഞ്ഞ ജഹലിന്റെ അബൂജഹലിന്റെ പുത്രൻ. അതിന് പഴയ മലയാളത്തിൽ പുത്തിരൻ എന്നാ പറയാ. അതാണ് ഇവിടെ പറയണത്. മുറികൂറെ പറ്റലിൽ ശുഗലാക പെട്ടാവൻ അണിമാറങ്ങി തുടരേ മുറുകവേ എത്തിയുടെ ജഹലുടെ പുത്തിരൻ ഇക്രീമത തലനിൽ ൊൽപ്പീലേയനിലൂരമിൽ പട പൊരുതാവക്കൽ പതിനാൽ ഹർബീബീന തോയിൽ നടുവയെടുത്തമൈ ഇരുവരും ഒത്തികലാൽ യമൈ ഇരുവരും ഒത്തികലാൽ. ഞങ്ങൾ രണ്ടാളും നല്ല സ്ട്രോങ്ങിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യമൈ ഇരുവരും ഒത്തികലാൽ. ഇകൽ എന്ന് പറഞ്ഞ യുദ്ധം. ഞങ്ങൾ രണ്ടാളും മുആദ് റളിയല്ലാഹു അൻഹു പറയാൻ അങ്ങനെ കുറെ സമയം യുദ്ധം ചെയ്തു. ആരാണ്? അബൂജഹലിന്റെ മകൻ. അയാളെ പേര് മറക്കണ്ട. ഇക്രിമ. അയിനുകൊണ്ടാ പറഞ്ഞത് ഇക്രിമ. അയിനൊക്കെ നല്ല മട്ടത്തിൽ അറബി ഭാഷന്റെ ഒരു ചൊറുക്കുന്നതാണ്. അറബിന്റെ അക്ഷരം അതൊരു പ്രത്യേക ഒരു സൗന്ദര്യമാണ്. വെറുതെ ഖുർആൻ അറബിയിലായത് അല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സബ്ബിഹ് ഇസ്മ റബ്ബികൽ അഅല അല്ലദീ ഖലഖ ഫസവ്വാ والذي قدر فهدى والذي أخرج المرعى فجعله غثاء أحوى فجعله غثاء أحوى غثاء أحوى. നമ്മളൊക്കെ ധൃതി കൊണ്ട് ആകെ മാറിയിട്ട് എങ്ങനെ അപ്പൊ എന്തായി? എത്ര അക്ഷരം മാറി. ഓതണം. അതാണ് നമ്മൾ മാഷാ അല്ലാഹ് അന്തറോത്ത് മർക്കസിൽ എന്താക്കുന്ന ഖുർആൻ പഠിപ്പിക്കുന്നു. ഇപ്പൊ യാസീനൊക്കെ ഓതുമ്പോ അല്ലെങ്കിൽ ഖത്മ ഓതുമ്പോ ഓരോരുത്തർ ഓരോ ജ്യൂസ് ഓതുമ്പോ ആ മക്കളെ വിളിച്ചിട്ട് ഞായറാഴ്ചയാണെങ്കിൽ ആ കുട്ടികൾക്ക് സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ ഇന്നിപ്പോ അസറിന് ശേഷം ബൈത്താന പള്ളിയിൽ നമ്മൾ ജുസ് ഓതിയല്ലോ, ഖത്മ ഓതിയല്ലോ. അങ്ങനത്തെ ഖത്മിന്റെ സന്ദർഭങ്ങളിൽ വിവരമുള്ളവരെ ഖുർആൻ നല്ല നിയമപ്രകാരം ഓതാൻ അറിയുന്നവർ, അത് അന്തറോത്ത് മർക്കസിലെ കുട്ടികളായാലും വേണ്ടിയില്ല, കാരന്തൂര് മർക്കസിലെ കുട്ടികളായാലും വേണ്ടിയില്ല, അവരെ മുമ്പിൽ വിളിച്ചിട്ട് എന്താക്കുക, അവരെ കൊണ്ട് ഓതിപ്പിക്കുക. അപ്പൊ ഒരു സന്തോഷം. ഇത് ചില ആൾക്കാരെല്ലാം കൂടി ഓതല് കേട്ടാൽ എന്തോ ഞങ്ങളെ കരയിലൊക്കെ ഉണ്ട് കന്ന് കൂട്ടുക എന്ന് പറഞ്ഞൊരു പരിപാടി. കന്ന് കൂട്ടണ മാതിരിയാണ് തോന്നുന്നത്. ഒരു ലക്കു ലഗാനും ഇല്ലാത്ത പോക്ക് അല്ലേ? തമാശ പറയല്ല. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ്. ഒരാൾ ഓതുക ലയ്യലിദ് വലയ്യൂലദ് വലയ്യകുൽ ലഹു കുഫുവൻ അഹദ്. എന്താ സംഭവം? ശരിയായിക്കണോ? ഹറാമാണ്. ഹറാം കിട്ടി. ലയ്യലിദ് ഒരു ഹറാം, വലയ്യൂലദ് രണ്ടാമത്തെ ഹറാം, വലയ്യകുൽ ലഹു കുഫുവൻ അഹദ് മൂന്നാമത്തെ ഹറാം. അങ്ങനെ ഓതുന്നവരുണ്ട്. ഞാനൊരു മജ്ലിസിൽ വെച്ച് ഇത് പറഞ്ഞു. ഒരു മൗത്തായതിന്റെ ഒരാൾ മരിച്ചതിന്റെ 3-ാമത്തെ ദിവസം ഞങ്ങളെ നാട്ടിലൊരു ദുആ ഉണ്ടായി. അപ്പൊ ഞാൻ എല്ലാവരും ഖുൽ ഹുവല്ലാഹു തുടങ്ങിയ മുമ്പ് ഇത് പറഞ്ഞപ്പോ എല്ലാം കഴിഞ്ഞപ്പോ എന്റെ പെങ്ങൾ എന്നോട് പറയാം, എന്റെ സ്വന്തം പെങ്ങൾ എന്നോട് പറയാ, എന്നെ വിളിക്കണ പേര് ബാവാണ്. എന്നാലും നമ്മൾ കുഞ്ഞു പമ്പൻ എന്നൊക്കെ പറഞ്ഞില്ലേ, അതേമാതിരി ഞങ്ങളെ കരയിലുള്ള പേരാണ് ബാവ. പിന്നെന്താണ്, അല്ലെങ്കിൽ കുഞ്ഞാവ, അങ്ങനൊക്കെ ഒരു പേരുണ്ട്. ബാവ പറഞ്ഞത് വളരെ ശരിയാ. ഞാനിങ്ങനെ പറഞ്ഞു നോക്കുമ്പോ ശ്രദ്ധിച്ചു നോക്കുമ്പോ കുറെ പെണ്ണുങ്ങൾ ലയ്യലിത് വലയ്യൂലത് ചെല്ലുന്നുണ്ട്. അപ്പൊ ലയ്യലിത് നല്ല ലം യലിത് ചുണ്ട് കൂട്ടണം. ചുണ്ട് ഭയങ്കര അള്ളാഹു ചെയ്ത വലിയ സംഭവല്ലേ ചുണ്ട്. വെറുതെ ഖുർആൻ അള്ളാഹ് പറഞ്ഞ വലിസാനം വശഫതൈൻ. അള്ളാഹു നാവ് തന്നില്ലേ, വശഫതൈൻ രണ്ട് ചുണ്ട് തന്നില്ലേ. ചുണ്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ചെറിയ പൈതലിനെ അങ്ങനെ കയ്യിലെടുത്തിട്ട് നമുക്ക് ചുംബിക്കാൻ പറ്റുമോ? ഇല്ല. ഭാര്യയുടെ കവളത്തെ നമുക്കൊരു ചുംബനം കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. ആ ചുണ്ട് അതല്ലേ അള്ളാഹ് പറഞ്ഞേ വലിസാനൻ വലിസാനം വശഫതൈൻ.
അപ്പൊ ചുണ്ട് പൂട്ടണ്ടോടത്ത് പൂട്ടണം. ഒരു മൊയ്ലിയേര് സലാം വീട്ടുക, അങ്ങനെ സലാം വീട്ടിന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. തറാവി ഭയങ്കര ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ പോണമായിട്ടുള്ള സ്പീഡിലാണ് പോണത്. അപ്പൊ ആൾക്കാർക്കും നല്ല തൃപ്തിയാവും, സ്പീഡ് കൂടിയിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നിസ്കാരം ശരിയായോ? ശരിയായിട്ടില്ല. ഇമാമിന്റെ നിസ്കാരം ശരിയായിട്ടില്ല. എന്താ പ്രശ്നം? അസ്സലാമു അലൈക്കും എന്ന് മീമ് പറയണം. മീമ് പറയണമെങ്കിൽ ചുണ്ടുകൾ തമ്മിൽ, അല്ലേ, ചുണ്ട് തമ്മിൽ കൂട്ടിച്ചേരണ്ടേ, അപ്പോഴല്ലേ മീം ഉണ്ടാവുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഞാൻ ഞങ്ങളെ കരയിൽ ഒരു ഉസ്താദിനോട് സ്വകാര്യത്തിൽ പറഞ്ഞു, ഉസ്താദ് നിങ്ങൾ സ്പീഡ് കൂടുമ്പോൾ വല്ലാത്ത പ്രശ്നങ്ങളുണ്ട്. എന്താണെന്നറിയോ? നിങ്ങൾ മീമ് വരുന്നില്ല. സ്വകാര്യത്തിലേ പറയാൻ പറ്റുള്ളൂ. അൽഹംദുലില്ലാഹ് അയാൾ അനുസരിച്ചു നോക്കുമ്പോ പിറ്റേന്ന് മുതൽ പിന്നെ മൂപ്പര് നിസ്കാരത്തിന്റെ മോഡല് മാറി. പിന്നെ മൂപ്പര് ആദ്യ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ ആള് പിറ്റേന്ന് മുതൽ പിന്നെ കോലം മാറി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കപ്പൽ അന്തരത്ത് ഇറങ്ങിയിട്ട് നമ്മളെ പടിയിലൊക്കെ കേറിയിട്ട് പിന്നെ അടുത്ത കപ്പൽ തന്നെ തിരിച്ചു കയറുന്ന അത്രയും ടൈം മൂപ്പര് പിന്നെ അത്രയും ടൈം അവിടെ ഒരു ബ്രേക്ക് ഇട്ട്. ഇപ്പൊ പറയാനും വയ്യ ചില ആൾക്കാരോട്. അങ്ങനെയും പാടില്ല, അത്ര പാടില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞ തമാശക്ക് പറയുകയാണെങ്കിലും തമാശ രൂപത്തിൽ പറയുകയാണെങ്കിലും സംഗതി കാര്യമാണ്. ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം. അതാ ഖുർആന്റെ നിയമങ്ങൾ പലതും പഠിക്കാനുണ്ട്, അറബി ഭാഷന്റെ നിയമങ്ങൾ പഠിക്കാനുണ്ട്. അല്ലാഹു നമ്മളെ ഇൽമിലൊക്കെ ബറക്കത്ത് നൽകണം. അല്ലാഹ് നമ്മളെ സ്ഥാപനങ്ങളിലെ ബറക്കത്ത് നൽകണേ. അല്ലാഹ് ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഈകൽ പൂഴുതുറ്റവനൊരു ലറിബിട്ടദ യനഉനു ഖത്തിദലായി. ഇരുപൂറം എണ്ടിയെ ഒരു പൂറം മണ്ടയും തുകുതമിൽ തൂങ്ങിടലായി. ഞാനും ഇക്രിമത്തും തമ്മിൽ കുറെ നേരം അടി ഇടി ഒടി പിടി വെട്ട് കൊത്ത് ചോട്ട് നീട്ട്, അടിയും ഇടിയും ഒടിയും പിടിയും വെട്ടും കൊത്തും ചോട്ടും നീട്ടും, ആക്രോശം, ആർത്തനാദം, ആർപ്പുവിളി, ആഞ്ഞു വെട്ടൽ, അതിന്റെ അടിക്കൂടി പല രണ്ടു കൂട്ടരും, ഒരു ഭാഗത്ത് സ്വഹാബത്ത്, മറ്റേ ഭാഗത്ത് ശത്രുക്കള്. ഇവര് രണ്ടു കൂട്ടരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതാ ഇടക്കിടക്ക് ആളുകൾ തമ്മിൽ ഇങ്ങനെ പൊടി പാറുകയാണ്. കുതിരപ്പുറത്തിരുന്നിട്ട് യുദ്ധം ചെയ്യുമ്പോ ഈ പൊടി, ഈ ധൂള് കൊണ്ട് പാറിയിട്ട് ശരിക്ക് കാണുന്നില്ല. അതിന്റെ ഇടയിൽ ആളുകൾ തമ്മിൽ കൂട്ടിമുട്ടുകയാണ്. ഇക്രിമത്തിനെ വെട്ടാൻ വേണ്ടി ശ്രമിക്കുമ്പോ അത് ഇക്രിമത്തിന്റെ വാളുകൊണ്ടും അതുപോലെ ഇക്രിമത്തിന്റെ പരിച കൊണ്ടും തടുത്തു. അപ്പൊ ആളുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോ ഈ പൊടിന്റെ അടി കൂടി ഉണ്ടാകുന്ന തീപ്പൊരി ഇങ്ങനെ വാറുന്നു. തീപ്പൊരി കാണുന്നല്ലാതെ സംഗതി ദൂരത്തുള്ള ആൾക്കാർക്ക് ശരിക്കും വ്യക്തമായി കാണാൻ പറ്റുന്നില്ല. അതിന്റെ ഇടയിലതാ ഇക്രിമത്ത് അവസാനമായിട്ട് എന്തായാലും എന്നെ കൊല്ലണം എന്ന ഉദ്ദേശത്തോടെ മേലോട്ടൊരു ചാട്ടം, കളരി അഭ്യാസ മുറപ്രകാരം ഇക്രിമത്ത് റളിയല്ലാഹു അൻഹു അവസാനം അല്ലാഹുവിന്റെ റസൂൽ പൊരുത്തപ്പെട്ടു കൊടുത്തു. റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട ആളായി. അതാ അന്ന് അങ്ങനൊക്കെ ആണെങ്കിലും ആ ഇക്രിമത്ത് മേലോട്ടൊരു ചാട്ടം ചാടിച്ചുകൊണ്ട് വരുമ്പോ ഇല്ലാത്ത ഒറ്റ വെപ്പണ്ട് വെച്ചു കൊടുത്തപ്പോ മുആദ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ ഈ ഭാഗത്ത് തോളിനങ്ങട്ട് വെട്ട് കിട്ടി. തോളിന് മുറിവ് വന്ന് ഈ സൈഡില് മുറിവായിട്ട് ഇതിങ്ങനെ കഷ്ണം തൂങ്ങിയിട്ട് ഇങ്ങനെ തൂങ്ങുകയാണ്. ഈ ഭാഗത്ത് ഇങ്ങനെ വെട്ട് കിട്ടിയപ്പോ ഞാൻ എന്താ ചെയ്തത് എന്നറിയോ? സയ്യിദുനാ മുആദ് റളിയല്ലാഹു അൻഹു പറയാണ്, ശിഖരം പൂടി തൂടൻ അഹ്മദ് മുത്തൂടെ തിരുഹദറ തണവായി ചിരിപ്പീളർ ഫണിയിലെ തുപ്പ് നീരടൈ തീരു കപ്പതിനാൽ. ശിഖരം പൊടിത്തുടൻ അഹമ്മദ് മുത്തുട തിരുഹദറ തണവായി. ഇതിങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് വെച്ചിട്ട് എന്റെ മറ്റേ കൈ കൊണ്ട് അവിടെ തന്നെ അമർത്തി വെച്ചിട്ട് ഞാൻ ഓടുകയാണ്. എങ്ങട്ട്? ഇലാ ഹദറത്തി റസൂലില്ലാഹ്. അള്ളാന്റെ റസൂലുണ്ട് ഖൈമയില്. ഖൈമ എന്ന് പറഞ്ഞാൽ ടെന്റ്. റസൂലുള്ളാഹിക്ക് ഒരു ടെന്റ് ഉണ്ടാക്കി കൊടുത്തതാണ് സ്വഹാബത്ത്. യുദ്ധത്തിന്റെ തുടക്കത്തിൽ സ്വഹാബത്ത് പറഞ്ഞതാണ്, നബിയെ തങ്ങൾ ഞങ്ങളെ കൂടെ പടക്കളത്തിലേക്ക് ഇറങ്ങരുതേ നബിയെ. അവിടത്തേക്ക് വേണ്ടി തങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ, തങ്ങൾക്ക് സുജൂദ് ചെയ്യാൻ, തങ്ങൾക്ക് ദുആർക്കാൻ ഞങ്ങളൊരു ടെന്റ് ഉണ്ടാക്കി തരാം നബിയേ. അല നബിനി ലക അരീഷ,
അരീഷ് എന്ന് പറഞ്ഞ ടെന്റ്, ഒരു ടെന്റ് ഉണ്ടാക്കി തരാം നബിയെ. അന്ന് സ്വഹാബത്ത് ഉണ്ടാക്കി കൊടുത്ത ആ ടെന്റ് ഉള്ള സ്ഥലത്താണ് ബദറിൽ നമ്മൾ പോകുമ്പോ ശ്രദ്ധിച്ചോ മുഅ്മിനീങ്ങളെ, അവിടെ ഒരു പള്ളിയില്ലേ, ആ പള്ളിന്റെ പേരാണ് മസ്ജിദുൽ അരീഷ്. അത് അല്ലാഹുവിന്റെ റസൂലിന് അന്ന് സ്വഹാബത്ത് ടെന്റ് പന്തൽ ഉണ്ടാക്കി കൊടുത്ത സ്ഥലമാണ്. റസൂലുള്ളാഹിന്റെ കാലത്ത് അവിടെ പള്ളിയുണ്ടോ? ഇല്ല. ആ അന്ന് അരീഷ് പന്തലുള്ള സ്ഥലത്ത് പിൽക്കാലത്ത് ഉണ്ടാക്കിയ പള്ളിന്റെ പേരാണ്. ഇന്നും അവിടെ പള്ളിയുണ്ട്, മസ്ജിദുൽ അരീഷ്. അല്ലാഹ് ആ പള്ളിയിൽ പോകാൻ നിസ്കരിക്കാൻ പലവട്ടം ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ റമദാനിന്റെ ബറക്കത്ത് കൊണ്ട് തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ. അല്ലാഹു തൗഫീഖ് നൽകണേ അല്ലാഹ്, ഖൈർ നൽകണേ അല്ലാഹ്. ആരെങ്കിലും ഉണ്ടോ അവിടെ പോയവര്? ബദറിൽ മസ്ജിദുൽ അരീഷിൽ പോയവരുണ്ടോ? നമ്മളെ സഈദി ഉസ്താദ് ഉണ്ട്, അൽഹംദുലില്ലാഹ്. സയ്യിദ് മുഖ്താർ ഉസ്താദ് ഉണ്ട്, അൽഹംദുലില്ലാഹ്. പിന്നെ അതിലുള്ള ഒരുപാട് ആൾക്കാർ കൈ പൊങ്ങിയിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. അള്ളാഹു കബൂലാക്കട്ടെ. ആ കയ്യിനൊക്കെ അള്ളാഹു തആല വലിയ പവർ, കഴിവ് നൽകണേ അള്ളാഹ്. കയ്യിനും കാലിനും പവർ ഇല്ലാതാകുന്ന ഒരു കാലഘട്ടമാണ്. എന്റെ പെങ്ങള് ഭർത്താവിരിക്കുള്ള പ്രശ്നം അതാ. 45 വയസ്സുള്ളൂ, 2 കൈ കൊണ്ട് ഒരു ബക്കറ്റിലെ തണ്ണി പോലും എടുക്കാൻ വയ്യ. കാരണം മസിലിക്ക് തകരാറാണ്, രോഗങ്ങളാണ്. ബദിരീങ്ങളെ ബറക്കത്ത് കൊണ്ട് എല്ലാ രോഗങ്ങളും എല്ലാ രോഗികൾക്കും ശിഫ നൽകണേ അല്ലാഹ്. കൈ നല്ലോണം പൊക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. സുജൂദിൽ നിന്ന് പൊങ്ങുമ്പോ കൈ ഈ മുന്നിൽ കുത്തിയിട്ടാണ് പൊങ്ങണം. അങ്ങനെ അതിന്റെ ശരിയായ മട്ട. ചില ആൾക്കാർ കാണാം ഒന്ന് വലത്ത് കുത്തുക. ആഫിയത്തുള്ളവർ അങ്ങനെ കുത്താൻ പാടില്ല. വയസ്സന്മാരാകുമ്പോ പിന്നെ അങ്ങനെയൊക്കെ കുത്തേണ്ടി വരും. സുജൂദിൽ നിന്ന് പൊങ്ങുമ്പോ എങ്ങനെ കുത്തണം? മുന്നിൽ ഇവിടെ വെച്ചിട്ട് അതിനെ തന്നെ അങ്ങോട്ട് പൊന്തുക. അങ്ങനെ അപ്പൊ ആഫിയത്ത് അല്ലാഹു തആല ഏറ്റി തരുമാറാകട്ടെ. വയസ്സന്മാരാകുമ്പോ പിന്നെ തീരെ വയ്യാത്തവരാകുമ്പോ അങ്ങനെയൊക്കെ ഈ ലക്ഷദ്വീപിൽ അടുത്ത കാലത്തായി വലിയ മാരക രോഗം വരാൻ പോവാണ്. എന്താ കാരണം എന്നറിയോ? ഇതൊന്നും തമാശല്ല. നിങ്ങൾ ചിരി വരുന്നുണ്ടെങ്കിൽ ചിരിച്ചോളൂ, അതിന് കുഴപ്പമില്ല. ചിരി വരുമ്പോ കരാൻ പറ്റൂലല്ലോ, ചിരിക്കല്ലാതെ. പക്ഷെ സംഗതി കാര്യത്തിലേ ഞാൻ പറഞ്ഞു. അതായത് ഇപ്പൊ നമ്മളെന്താ ചെയ്യാ? പുതിയ ഒരു റൂം ഉണ്ടാക്കുകയാണെങ്കിൽ ആർക്കാ റൂം ഉണ്ടാക്കുന്നത്? എന്റെ മോളെ മംഗലം കല്യാണം അടുത്ത് നടക്കാൻ പോവാണ്. പുതിയാപ്പള വന്ന കക്കൂസ് വേണം. അതിനെന്താ വേണ്ടത്? പുതിയാപ്പള എത്ര വയസ്സുള്ള ആളാ? 30 വയസ്സുള്ള പുതിയാപ്പളക്ക് ഇരിക്കാൻ യൂറോപ്യൻ ക്ലോസറ്റ്. ഈ യൂറോപ്യൻ ക്ലോസറ്റ് വല്ലാതെ കഷ്ടപ്പെടുന്ന സമയത്ത് മാത്രമേ പാടുള്ളൂ, അല്ലെങ്കിൽ രോഗങ്ങൾ ഉണ്ടാവും. തമാശ പറയാതെ നമ്മുടെ ഈ ചന്തിന്റെ ഭാഗത്ത് ഒരുപാട് നാടിഞരമ്പുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ആ നാടിഞരമ്പുകൾ വർക്ക് ചെയ്യുന്നത് അത് 4 ദിവസം യൂറോപ്യൻ ക്ലോസറ്റിൽ മാത്രം പോയാൽ, അല്ലെങ്കിൽ 2 ആഴ്ച യൂറോപ്യൻ ക്ലോസറ്റിൽ മാത്രം പോയാൽ 15 ദിവസം കഴിഞ്ഞ് 16ാമത്തെ ദിവസം സാധാ കക്കൂസിൽ ഇരിക്കാൻ പറ്റൂല. സ്വകാര്യത്തിൽ നിങ്ങൾ ചോദിച്ചു നോക്ക്. 30 വയസ്സുള്ള 28 വയസ്സുള്ള അന്തർവാത്ത് ദ്വീപിലും മറ്റു ദ്വീപിലും ഈ യൂറോപ്യൻ ക്ലോസറ്റിൽ മാത്രം ഇരിക്കുന്ന ചെറുപ്പക്കാരോട് ചോദിച്ചു നോക്ക്, അവർക്ക് പറ്റൂല. കാരണം അവരങ്ങനെതായിപ്പോയി. ഇത് ചെറിയ വിഷയമല്ല, രോഗം വരും. പരമാവധി നമ്മൾ സാധാ കക്കൂസിൽ ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇതൊന്നും തമാശ പറയല്ല. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ഇടത്തെ ഭാഗത്തേക്ക് ഒരു ചാരിയിട്ടിരിക്കണം. ഒരു കനം, ഒരു ഭാരം ഇടത്തോട്ട് കൊടുക്കണം. റസൂലുള്ളാഹിന്റെ സുന്നത്താണ്. അതിനെന്താകണം? അതിനിപ്പോ നമ്മൾ യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരിക്കുമ്പോ ഇടത്തെ ഭാഗത്തേക്ക് ചാഞ്ഞാൽ എന്താ ഉണ്ടാകുന്നറിയോ? ഈ യൂറോപ്യൻ ക്ലോസറ്റ് പൊട്ടിയിട്ടാണ് പോരും. കാരണം ആനിമ്മൽ ഉറപ്പിച്ചതാണ്. ഇവനും ക്ലോസറ്റും കൂടി അതാ എത്തുന്നു. എവിടേക്ക്? ബഹറിലേക്ക് എത്തും. ഇങ്ങോട്ട് ചെരിഞ്ഞിങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വീഴും. അതുകൊണ്ട് കാത്തുരക്ഷിക്കണം. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ ആ ഭാഗം ഇങ്ങനെ പിടിച്ചിട്ട് ശിഖരം പൊടിത്തുടൻ അഹ്മദ് മുത്തൂടെ തിരുഹദറ തണവായി ചിരിപ്പവിളപ്പിലർ ഫമിയിലെ തുപ്പ് നേരടൈ തീരു കപ്പതിനാൽ. അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ ഇതിങ്ങനെ ചെന്നപ്പോ ഈ ഭാഗം ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഹബീബായ തങ്ങളെ മുമ്പിൽ ചെന്നപ്പോ ചിരി പവിള പിളർ ഫമിയിലെ തുപ്പ് നീർ അള്ളാന്റെ ഹബീബായ റസൂലുള്ളാന്റെ വായിലൂടെ വരുന്ന ഉമിനീരുണ്ട്. ആ ഉമിനീരിന് എന്തോ ഒരു സുഗന്ധമാണ്.
ദുനിയാവിലും ആഖിറത്തിലും അത്ര സുഗന്ധമുള്ള ഒരു വായ തുറന്നാൽ റസൂലുള്ള വായ തുറന്നാൽ തന്നെ ഉമിനീരിന് എന്തോ ഒരു സുഗന്ധമാണ്, അവിടുത്തെ വായിക്കെന്തോ ഒരു സുഗന്ധമാണ്. റസൂലുള്ള മൂത്രമൊഴിച്ചാൽ ആ മൂത്രം ഭൂമിയിലുണ്ടോ? ഇല്ല, കാണുന്നില്ല. അതിനെന്തോ ഒരു സുഗന്ധമാണ്. നബിക്കുള്ള കാഷ്ടം ത്വാഹിറാണ്, മൂത്രവും അതുപോലെ തന്നെ യാ ഹബീബേ രക്തവും. ഹബീബായ തങ്ങൾ മൂത്രമൊഴിച്ചാൽ അതാ വൽ അർളു മാ യഖ്റുജു മിൻഹു തബ്തലി കദാലിക ദുബാബു അൻഹു മുംതനിഅ. മഹാന്മാര് പറയാണ് എന്ത്? വൽ അർളു മാ യഖ്റുജു മിൻഹു തബ്തലി. റസൂലുള്ള മൂത്രമൊഴിച്ചാൽ ഹബീബായ തങ്ങളെ മൂത്രത്തിനെ യൂറിനെ അതാ ഭൂമി വലിച്ചെടുക്കുകയാണ്, ഭൂമി കുടിക്കുകയാണ്. അതേമാതിരി തന്നെ വൽ അർളു മാ യഖ്റുജു മിൻഹു തബ്തലി കദാലിക ദുബാബു അൻഹു തംതനിഅ. ഈച്ച റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ ഇരുന്നിട്ടില്ല, കൊതുക് റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ ഇരുന്നിട്ടില്ല, പേൻ റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ വന്നിട്ടില്ല. മൂട്ട, ഇപ്പത്തെ ചെറുപ്പക്കാർക്ക് അറിയാത്തൊരു സാധനത്തിന്റെ പേരാണ് മൂട്ട. അങ്ങനെ എഹ്സാന് കണ്ടുകണ മൂട്ടനെ. ഇനിയിപ്പൊ മൂട്ടനെ കാണണമെങ്കിൽ വല്ല ശാസ്ത്രജ്ഞന്മാരെ ഗവേഷണശാലയിൽ പോകേണ്ടി വരും. ഇപ്പൊ സാധാ ഒരു കക്കൂസ് ലക്ഷദ്വീപിൽ കാണണമെങ്കിൽ ഏതോ ഒരു പുരാവസ്തു ഗവേഷണ കേന്ദ്രത്തിൽ പോകേണ്ടി വരും. ഇപ്പത്തെ പുതിയ ചെറുപ്പക്കാർക്കൊന്നും സാധാ കക്കൂസ് കാണാനുള്ള ഭാഗ്യമില്ലാത്ത വെറും മറ്റേ ഇംഗ്ലീഷ് ക്ലോസറ്റ് മാത്രം കണ്ട് അവസാന രോഗത്തിലേക്ക് പോകാൻ നിൽക്കുക. അല്ലാഹു തആല നമുക്കൊക്കെ രോഗത്തിനെ തൊട്ട് കാത്തു രക്ഷിക്കണേ റഹ്മാനേ. സുഹൃത്തുക്കളെ, ഹബീബായ തങ്ങളെ ശരീരത്തിൽ ഈച്ചയിരുന്നിട്ടില്ല, മൂട്ട ചോര കുടിച്ചിട്ടില്ല, കൊതുക് കടിച്ചിട്ടില്ല. കൊതുകിനറിയാം, മൂട്ടക്ക് അറിയാം, ചെള്ളിന് അറിയാം, ഈച്ചക്ക് അറിയാം. ഇത് എനിക്കിരിക്കാൻ പറ്റിയ ശരീരമല്ല, മറ്റുള്ള മനുഷ്യന്മാരെ പോലത്തെ ഒരു മനുഷ്യരല്ല. അതറിയാത്തത് വഹാബികൾക്ക് മാത്രമാണ്. അവരവരുടെ സാധാരണ മനുഷ്യന്മാര് ജീവിക്കും പോലെ ജീവിച്ചു, സാധാരണ എഴുതി വെച്ചതാ. സാധാരണ മനുഷ്യന്മാര് ജനിച്ച പോലെ ജനിച്ചു, സാധാരണ മനുഷ്യന്മാര് മരിക്കും പോലെ മൂപ്പര് മരിച്ചും പോയി. അല്ലാഹു കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. അതുകൊണ്ട് നമ്മളെ പെൺമക്കളെ നിങ്ങളെ വഹാബിയായ ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് നിക്കാഹ് നടത്തി കൊടുക്കാൻ പാടില്ല. കാരണം മക്കളൊക്കെ പിഴച്ചു പോകും. അതാ റസൂലുള്ള എന്താ ചെയ്തത് എന്നറിയോ? ഹബീബായ തങ്ങൾ ശറഫാക്കപ്പെട്ട വായിൽ നിന്ന് ഉമിനീരെടുത്തപ്പോൾ ആ ഉമിനീരിന് എന്തോ ഒരു സുഗന്ധമാണ്. അതിന്റെ ഒരു നനവെങ്കിലും ഞങ്ങളെ വായിലൊന്ന് തട്ടിക്കണം അല്ലാഹ്. ദുനിയാവിൽ നിന്നല്ലെങ്കിലും ആഖിറത്തിൽ നിന്നെങ്കിലും അങ്ങനെ ഒന്ന് കിട്ടാൻ ഞങ്ങളെ ശരീരത്തിന്റെ ഉള്ളിലേക്ക്, അവിടുത്തെ തൊള്ളന്റെ അവിടുത്തെ വായിന്റെ ഉള്ളിൽ ഒരു നനവെങ്കിലും ഞങ്ങളെ പള്ളന്റെ ഉള്ളിലെത്തിക്കാൻ ഞങ്ങളൊരാഗ്രഹമാണ്. തൗഫീഖ് നൽകണം അല്ലാഹ്, തൗഫീഖ് നൽകണം അല്ലാഹ്. അതിന് റസൂലുള്ള തുപ്പിയ വെള്ളമുണ്ട്, ഇപ്പോഴും കിട്ടും ഇല്ലേ? അതേതാ വെള്ളം? റസൂലുള്ള ആ കിണറ്റിൽ തുപ്പിയിട്ടുണ്ട്. ആ വെള്ളം നമ്മൾ കുടിച്ചിട്ടുണ്ട്. ആ വെള്ളത്തിന്റെ പേരാണ് മാഉ സംസം. സംസം കിണറിൽ റസൂലുള്ള തുപ്പിയിട്ടുണ്ട്. സങ്കടം വേണ്ട. ആ ഹബീബായ തങ്ങളെ വായിൽ നിന്ന് വന്ന വെള്ളം നനവ് അത് ആ സംസം കിണറിൽ ഉണ്ടായിട്ടുണ്ട്. അല്ലാഹ് സംസം വെള്ളം കൂടുതൽ കുടിക്കാൻ മുനാഫിഖീങ്ങൾക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സുഹൃത്തുക്കളെ, അതാണ് ആര്? അബൂജഹലിന്റെ മകന്. അങ്ങനത്തെ ആളാണ്. എടാ, എന്റെ ബാപ്പാനെ കൊല്ലാൻ വേണ്ടി വന്നവനെ, മക്കത്തിൽ നിന്ന് വന്നവരായ ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്തവരെ എന്നും പറഞ്ഞ് മുആദ് തങ്ങളെ വെട്ടിയതാണ്. മക്കത്തുനിന്ന് വന്ന മുഹാജിരിങ്ങൾക്ക് സഹായം നൽകിയ അൻസാരികളിൽപ്പെട്ടവരാണ് ഈ മുആദ് റളിയല്ലാഹു അൻഹു. അതാണ് ഇവിടെ പറഞ്ഞിട്ട് വെട്ടിയത്. അങ്ങനത്തെ ആ ഇക്രിമത്ത് ഉഹദിലും റസൂലുള്ളാഹിന്റെ കഠിന ശത്രുവാണ് എന്ന് മാത്രല്ല, ഉഹദ് യുദ്ധം ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണക്കാരൻ തന്നെ ആരാണ്? പലരും ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട റോള് ആർക്കാ? ഈ ഇക്രിമത്തിനാ. കാരണം
എല്ലാ നേതാക്കന്മാരും കൊല്ലപ്പെട്ട് ബദറിൽ അബൂജഹൽ ഉത്ബത്ത് വലിയ നേതാക്കന്മാരാ. അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി, ഉത്ബത്ത് ലഅനത്തുല്ലാഹി അലൈഹി, ശൈബത്ത് ലഅനത്തുല്ലാഹി അലൈഹി, ഉമയ്യത്ത് ലഅനത്തുല്ലാഹി അലൈഹി, ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത് ലഅനത്തുല്ലാഹി അലൈഹി. വലിയ വലിയ നേതാക്കന്മാര് 70 ആൾക്കാരാ കൊല്ലപ്പെട്ടത്. ആയുസിന്റെ നീളം കൊണ്ട് ബാക്കിയായ ഒരു ചങ്ങായിയാണ് ഒരാളാണ് അബൂ സുഫിയാൻ. അങ്ങനെ അബൂ സുഫിയാൻ യുദ്ധത്തിൽ വന്നിട്ടുമില്ല. ബദർ യുദ്ധത്തിൽ അബൂ സുഫിയാൻ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഏതുണ്ടാക്കിയതൊക്കെ മൂപ്പര, അത് വേറെ കാര്യം. ചില ആൾക്കാർ അങ്ങനെ ഉണ്ടാവും, എല്ലാ ഫിത്തിരി അവരുണ്ടാക്കും, പിന്നെ സംഗതിയിൽ അവരൊന്നും ഉണ്ടാവും. ഞാനൊന്നും പറഞ്ഞില്ല രാമനാരായണ എന്നാ പറയാം, അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർ. അബൂ സുഫിയാൻ സംഗതിയിലൊന്നുമില്ല. അബൂ സുഫിയാൻ ബദറിൽ മരിച്ചിട്ടില്ല, കാരണം ബദറിലേക്ക് മൂപ്പര് വന്നിട്ടില്ല. എങ്ങനെ മരിക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ. അബൂ സുഫിയാൻ ആരാ? റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ആളാകാൻ അള്ളാഹ് തീരുമാനിച്ചതല്ലേ. ഇനി ചില കാരണങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോ തന്നെ മരിക്കാൻ പറ്റുമോ? പറ്റൂല. അള്ളാഹു നമ്മളൊക്കെ മരണം നല്ല റാഹത്താക്കി തരണേ അല്ലാ. ഈമാനോടെ റസൂലുള്ളാഹിനെ കണ്ട് മരിപ്പിച്ചു തരണേ അല്ലാ. ഞാനിങ്ങനെ ഇന്ന് ബഹുമാനപ്പെട്ട യൂസഫ് കോയ തങ്ങളെ വലിയ ഖുർആനോദിയപ്പോ അങ്ങനെ ചിന്തിച്ചതാണ്. എന്നറിയോ? എന്ത് നല്ല ദിവസം മരിക്കലും നല്ല മനുഷ്യന്മാരെ ലക്ഷണമാണ് എന്ന് കിതാബിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് നല്ല ദിവസം മൗത്തായ ഒരു മനുഷ്യന്റെ ജനാസ നിസ്കാരത്തിൽ പങ്കെടുക്കൽ അത് പ്രത്യേകം പുണ്യമാണ്. ലക്ഷദ്വീപിലൊരു വൃത്തികെട്ട സ്വഭാവമുണ്ട്, അന്തറോത്തുണ്ടോ എന്ന് എനിക്കറിയൂല. എന്ത് ജനാസയുടെ പിന്നാലെ മരണപ്പെട്ട വീട്ടിൽ പോകും. ജനാസ കുളിപ്പിക്കുമ്പോൾ ആള് റെഡിയായിട്ട് വെള്ളം എടുത്തു കൊടുക്കാനും പാത്രം എടുത്തു കൊടുക്കാനും ഒക്കെ റെഡി ഉണ്ടാവും. കഫൻ ചെയ്യുമ്പോഴും ആള് റെഡി ആയിരിക്കും. ജനാസ അങ്ങനെ കൊണ്ടുപോകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ എല്ലാം ഒക്കെ റെഡിയാവും. മയ്യത്ത് അങ്ങോട്ട് പള്ളിയിലേക്ക് അങ്ങോട്ട് കയറ്റിയാൽ പിന്നെന്താ, ഇവൻ പള്ളിക്ക് കയറൂല. അത് ഏറ്റവും വൃത്തികെട്ട സ്വഭാവം. അള്ളാന്റെ ദുനിയാവിൽ ലക്ഷദ്വീപിലല്ലാതെ ഒരു നാട്ടിലുമില്ല. കരയിൽ ഏത് 5 വഖത്ത് നിസ്കരിക്കാത്തവനാണെങ്കിലും അയൽവാസി മരണപ്പെട്ടാൽ അന്ന് മയ്യത്ത് നിസ്കരിക്കും. അന്ന് സുബഹിയും ലോറും അസറും മഗ്രിബും ഒന്നും നിസ്കരിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ജനാസ നിസ്കരിക്കും. അതങ്ങനെ ഇവിടെ 5 വഖത്ത് നിസ്കരിക്കുന്നവനാകും, പക്ഷെ മയ്യത്ത് കരിക്കൂല. മയ്യത്തിന്റെ മുകളിൽ നിസ്കരിക്കൂല. ചെറിയ വിഷയമല്ല. നമ്മൾ മരിച്ചാൽ നമുക്ക് നാളെ ആരെങ്കിലും ഒക്കെ നിസ്കരിക്കണ്ടേ? എന്റെ വാപ്പ എന്നോട് പറയും, എന്ത് വാപ്പാന്റെ ഖബറുകളും ബാപ്പാന്റെ ഉമ്മാന്റെ ഖബറുകളും ബാപ്പാന്റെ ഉമ്മാന്റെ വാപ്പാന്റെ ഖബറുകളൊക്കെ എന്നെ കൊണ്ടുപോകും ചെറുപ്പത്തിൽ. എന്നിട്ട് എന്നോട് പറയും, എന്റെ വാപ്പ വലിയൊരു ആലിം ഉസ്താദൊന്നുമല്ല, ഖബറിന് നമ്മൾ പോകണം. എന്നാ എന്താണെന്നറിയോ? നമ്മളൊക്കെ മൗത്തായാല് ഒരുപാട് ആൾക്കാർ നമ്മളെ ഖബറിന് സിയാറത്തിന് വരും. അത് കണ്ടു. എന്റെ വാപ്പ മൗത്തായപ്പോ ഒരുപാട് ഉസ്താദുമാര് വന്നു. സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ 7 ദിവസത്തിന്റെ ഇടയ്ക്ക് 3 വട്ടം വന്നു. വേറെ പല അവർ പറഞ്ഞു ഒരുപാട് ആലിമീങ്ങൾ വന്നു. അള്ളാഹു അവർക്കൊക്കെ ബറക്കത്ത് കൊടുക്കട്ടെ. അതുപോലെ നമ്മൾ മൗത്തായാൽ നല്ല നല്ല സ്വാലിഹീങ്ങൾ വരുന്ന ഒരു ജനാസയാകാനുള്ള ഭാഗ്യം ഇവിടെ വന്നവരായ മുഴുവൻ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും തൗഫീഖ് നൽകണേ അല്ലാ. തൗഫീഖ് നൽകണേ അല്ലാ. അത് ചില്ലറ ഭാഗ്യമല്ല. അല്ലാഹു ആ തൗഫീഖ് വലിയ ഭാഗ്യം ഞങ്ങൾക്ക് നൽകണം അല്ലാ. ഉഹദിന്റെ പടക്കളത്തിൽ ബദറിൽ വലിയ പരാജയം ഉണ്ടായി. ആർക്ക്? ശത്രുക്കൾക്ക്. അപ്പോൾ 3-4 ചെറുപ്പക്കാർ വന്നു. ആരടുക്കലിൽ? അബൂ സുഫിയാനാണ് പിന്നുള്ള നേതാവ്, തലമൂത്ത ആള്. ബാക്കിയുള്ള തലമൂത്ത ആളൊക്കെ മറുകയാ മട്ടിക്ക് നീച്ചേ ഹോകയാ, ഭൂമിന്റെ അടിയിലേക്ക് പോയി ഹോകയാന്ന് പറഞ്ഞിന്റെ വായന. അങ്ങനെ എന്തായി? ഒക്കെ ഭൂമിന്റെ അടിയിലേക്ക് പോയി. ഇനി ആകെ നേതാവായിട്ടുള്ളത് ആര്? അബൂ സുഫിയാൻ. അപ്പൊ അബൂ സുഫിയാന്റെ അടുക്കൽ വന്നു. ആര് വന്നു? അബൂജഹലിന്റെ മകൻ ഇക്രിമത്ത് വന്നു റളിയല്ലാഹു അൻഹു. സഫ്വാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വന്നു. സുഹൈൽ എന്ന ചെറുപ്പക്കാരൻ. അന്ന് അവരൊക്കെ അല്ലാഹുവിന്റെ റസൂലിന്റെ കഠിന വിരോധികളാണ്. അവര് വന്നിട്ട് പറഞ്ഞു, ഓ നേതാവായ കാരണവരായ ഓ ബമ്പനെ, ഇവിടുത്തെ ഭാഷയിൽ പറഞ്ഞാൽ ബമ്പനെ, ഉദകുവീൻ, നിങ്ങൾ ഞങ്ങളെ ഒന്ന് സഹായിക്കണം, ഞങ്ങളെ സഹായിക്കണം. ഉദകുവീൻ, നമുക്കുടൻ മുഹമ്മദോട് എതിർക്കണം. മുഹമ്മദിനോട് നമ്മൾ യുദ്ധം ചെയ്യണം. കാരണം പകരം വീട്ടണം. ഒട്ടുണ്ടോ ഇമ്മാൽ ബഈറുകളിൽ ലാഭം ഇപ്പോൾ പാർക്കണം. അതെ, ഷാമിലേക്ക് കച്ചവടത്തിന് പോയി വന്നപ്പോ 50,000 പൊന്ന് ലാഭം കിട്ടിയിട്ടുണ്ട്.
ആ ലാഭം അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള സ്വത്ത് മുതല് മൂലധനം എടുത്തിട്ട് യുദ്ധായുധം വാങ്ങിയിട്ട് മുഹമ്മദിനോട് പകരം ചോദിക്കണം. ചെറുപ്പക്കാര് പറയാണ്. ആ ചെറുപ്പക്കാരെ മുമ്പിൽ ആരുണ്ട്? അബൂജഹലിന്റെ മകനുണ്ട്, ഇക്രിമത്ത് റളിയല്ലാഹു അൻഹു. അവര് പറയാണ്, മുഹമ്മദോടെ ദീർക്കണം, ഒട്ടുണ്ടോ ഇമ്മാൽ ബൈറുകൾ ലാഭമിപ്പോൾ പാർക്കണം. ഉദകുവിന്ന മൂക്കുടങ്ങൂ മുഹമ്മദോടെ ദീർക്കണം, ഒട്ടുണ്ടോ ഇമ്മാൽ ബൈറുകൾ ലാഭമിപ്പോൾ പാർക്കണം, ലാഭമിപ്പോൾ പാർക്കണം. മുതലൊഴിത്ത് റിബഹിനായേ ഡൊത്തികൾ കഴിക്കണം, മുന്തി വേണ്ട ചട്ടവട്ടം പാളിയങ്ങൾ കൂട്ടണം, പാളിയങ്ങൾ കൂട്ടണം. മതിത്തവൻ മുഹമ്മദിനോട് കുടിപ്പക എടുക്കണം. നമ്മുടെ പകരം വീട്ടിട്ട് മുഹമ്മദിന്റെ തലയെടുത്തിട്ട് കഷ്ണാക്കണം. അതിന് നേതാവായ അബൂ സുഫിയാൻ, നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. ആരാ പറഞ്ഞത്? ഇക്രിമത്ത് പറയാണ്. മുദിത്തവൻ മുഹമ്മദിൽ കുടിപ്പകയെടുക്കണം, മംഗമാരും മൈന്ദർക്കുള്ള സംഗീതങ്ങൾ തീർക്കണം, മംഗമാരും മൈന്ദർക്കുള്ള സംഗീതങ്ങൾ തീർക്കണം, തീർക്കണം. എണ്ടുറ്റേ ബാക്ക് ഇബ്നു ഹർബ് കേട്ടുതൈ ഈരോളം സൂറൂറിനൂരത്തുതൈ ഈരോളം സൂറൂറിന അൽബറുകളിലൂരത്തുതൈ. ഉദകുവിന്ന മുക്കോടൻ മുഹമ്മദോടെ ദീർക്കണം, ഒട്ടുണ്ടോ ഇമ്മാൽ ബൈറുകൾ ലാഭമിപ്പോൾ പാർക്കണം, ഒട്ടുണ്ടോ ഇമ്മാൽ ബൈറുകൾ ലാഭമിപ്പോൾ പാർക്കണം. ഇക്രിമത്ത് പറയാണ്. എന്താ പറഞ്ഞത് അറിയോ? മംഗമാരും മൈന്ദർക്കുള്ള സങ്കടങ്ങൾ തീർക്കണം. മംഗമാര് എന്ന് പറഞ്ഞ പെണ്ണുങ്ങൾക്കുള്ള സങ്കടം തീർക്കണം. നമ്മുടെ പല പെണ്ണുങ്ങളുടെയും പുരുഷന്മാര് ബദറിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്, മുഹമ്മദ് കൊന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ മംഗമാരുടെയും മൈന്ദറുകൾ എന്ന് പറഞ്ഞാൽ മക്കള്, സ്ത്രീകളുടെയും കുട്ടികളെയും സങ്കടങ്ങൾ തീർക്കണം. അതുകൊണ്ട് മുഹമ്മദിനോട് പകരം വീട്ടണം. മദിത്തവൻ മുഹമ്മദിൽ കൂടിപ്പക എടുക്കണം, മംഗമാരും മൈന്ദർക്കുള്ള സംഗീതങ്ങൾ തീർക്കണം, മംഗമാരും മൈന്ദർക്കുള്ള സംഗീതങ്ങൾ തീർക്കണം. അങ്ങനെയാണ് ഉഹദിന്റെ യുദ്ധം ഉണ്ടായത്. ഞാൻ ചുരുക്കി പറയാം. അവസാനം ബദർ കഴിഞ്ഞു. ഉഹദിന്റെ വലിയ തലമൂത്ത മുശ്രിക്കീങ്ങളെ വലിയ നേതാവാണ് ഇക്രിമത്ത്. അവസാനം ബദർ കഴിഞ്ഞു. അടുത്ത കൊല്ലം ഹിജ്റയുടെ 3-ാം കൊല്ലം ശവ്വാൽ മാസത്തിൽ ഉഹദ് യുദ്ധം കഴിഞ്ഞു. ഈ അന്തർവത്തിൽ നിനക്ക് ആദ്യപ്പോ 2 മാസം മുന്നേ വന്ന ടെലിഫോൺ കോള്, ഹംസത്തുൽ കറാർ തങ്ങളെ ചരിത്രം പറയണം റമദാനിൽ എന്ന് പറഞ്ഞിട്ട് ഒരാൾ വിളിച്ചു. ഞാൻ അയാളോട് പറഞ്ഞു, ഹംസത്തുൽ കറാർ തങ്ങൾ ഷഹീദായത് ശവ്വാലിലല്ലേ, നമുക്ക് ശവ്വാലിലാക്കാം. റമദാൻ കഴിഞ്ഞ ഉടനുള്ള മാസത്തിന്റെ പേരാണ് ശവ്വാൽ. അങ്ങനെ ഞങ്ങൾ ചില ആൾക്കാർക്ക് അറിയാത്തവരുണ്ടാവും. ഇനി ഇവിടെ അങ്ങോട്ട് ഒന്നും അറിയില്ല. പുതിയ തലമുറക്ക് ശവ്വാൽ ദുൽഖഅദ എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും അറിയില്ല. അതാണ് ഒക്കെ കാലം മാറിയിട്ടുണ്ട്. ഇപ്പൊ തറാവീസ്കാരത്തിന് ഒരു ഇമാമൻ ചെയ്തു, 3-ാമത്തെ റക്അത്തിലേക്ക് പോയി. അപ്പൊ ഒരു മഅ്മൂം പറയാണ് അല്ലാഹ്. അപ്പൊ നീട്ടൽ കേട്ടപ്പോ തന്നെ ഇമാമിന് മനസ്സിലായത് അല്ലാഹു അക്ബർ എന്ന ഒരു മഅ്മൂം പറയണത്. അറിയാത്തോണ്ടായിരിക്കും. അല്ലാഹു അക്ബർ എന്നല്ലല്ലോ അപ്പൊ പറയേണ്ടത്. എന്താ പറയേണ്ടത്? സുബ്ഹാനല്ലാഹ് എന്നാ പറയേണ്ടത്. എവിടെയാ അത് ഉണ്ടായത്? അള്ളാന്റെ ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്ന് വിചാരിച്ചു. മനസ്സിലായില്ലേ? അറിയാത്തോണ്ടോ എന്തോ അറിയില്ല. അല്ലാഹു തആല എല്ലാവർക്കും ഖബൂൽ ചെയ്യുമാറാകട്ടെ. സാധാരണക്കാരാകുമ്പോ എല്ലാം അറിഞ്ഞോളന്നില്ല. അപ്പൊ ഞാൻ പറയട്ടെ, സുബൈ നിസ്കാരത്തിൽ 2-ാമത്തെ റക്അത്തിൽ ഇഅ്തിദാലിൽ ഒരു ഇമാം ഖുനൂത്ത് മറന്നു. ഒരു വിഷയം ഞാൻ ഇടയ്ക്ക് പറയാം.
ഇയാൾക്കും വേണ്ടിയിട്ട് അയാൾ അങ്ങനത്തെ ഒരു വിഷയങ്ങൾ എന്തെങ്കിലും നിങ്ങൾ പറയണമെന്നാണ് അയാൾ എന്നോട് പറഞ്ഞത്. ആയിക്കോട്ടെ, ഒരു മസാലെങ്കിൽ നമ്മൾ പറയാം. സുബൈക്ക് രണ്ടാമത്തെ റക്അത്തിൽ എഴുത്താൽ ഇമാമ് ഖുനൂത്ത് മറന്ന് സുജൂദുക്ക് പോയി. മൗമൂമിങ്ങൾ എന്ത് ചെയ്യണം? മൗമൂമിങ്ങൾ എന്താ ചൊല്ലേണ്ടത്? എന്താ ചൊല്ലേണ്ടത്? സുബ്ഹാനല്ലാഹ് ചൊല്ലണോ? ചൊല്ലിയാൽ ഇമാമ് ഖുനൂത്തിലേക്ക് മടങ്ങണോ? മടങ്ങാൻ പാടില്ല. മഅ്മൂമികൾ ചെല്ലാനും പാടില്ല. അഥവാ ചെല്ലിയാൽ ഇമാമ് ഖുനൂത്തിലേക്ക് മടങ്ങണോ? ഇഅ്തിദാലിലേക്ക് മടങ്ങണോ? മടങ്ങണ്ട, പാടില്ല. മടങ്ങിയാൽ ഓന്റെ നിസ്കാരം ബാത്തിലാകും. അത്രേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. തലക്കെന്ന് വേറെ തുടങ്ങും. അയച്ചാങ്കോയിച്ച, ഞങ്ങളുടെ നാട്ടിൽ അയച്ചാങ്കോയിച്ച നിസ്കരിക്കാൻ എന്നാ പറയാം. ഞങ്ങളുടെ നാട്ടിലെ ഭാഷ പഴയ ഭാഷ. അയച്ചാങ്കോയിച്ച നിസ്കരിക്കാം. അതായത് ഈ നിസ്കാരമൊക്കെ വെള്ളത്തിലായിപ്പോയി, ഇനി അയച്ചാങ്കോയിച്ച നിസ്കരിക്കാം. രണ്ടാമത് നിസ്കരിക്കുക എന്നുള്ളത് പഴയ ഒരു ഞങ്ങളെ കേരളത്തിലെ ഭാഷ എന്ന് പറയാൻ പറ്റൂല. ഞങ്ങളെ മലപ്പുറം ജില്ലയിലൊരു ഭാഷയാണത്. ഓരോ നമ്മളെ നാടിനോട് നമുക്കൊരു സ്നേഹം ഉണ്ടാവൂലേ? പടച്ചോനെ, എന്റെ നാട് തിരൂരാണ്. താനൂരിന്റെ തിരൂരിന്റെ ഇടയിലുള്ള ഒരു സ്ഥലമാണ്. മലപ്പുറം ജില്ലയാണ്. മല പോലുറച്ചതല്ലയോ മലപ്പുറം ജില്ല, മരിച്ചാലും നാം മറക്കുമോ മലപ്പുറം ജില്ല. അന്തറോത്തുകാര് അന്തറോത്തിനെ മറക്കാൻ പാടില്ല. കാരണം ഈ ലക്ഷദ്വീപുകളിൽ മുഴുവനും ഇസ്ലാമിന്റെ വെളിച്ചം എത്താൻ കാരണക്കാരനായ സയ്യിദുന ശൈഖുന ഉബൈദുല്ലാഹ് മുമ്പ് മൗലാ തങ്ങൾ അന്തിയുറങ്ങുന്ന നാട് ഈ നാടല്ലേ? മറക്കാൻ പറ്റോ? അവരെ ബറക്കത്തുകൊണ്ട് സ്വർഗത്തിൽ അവരെ ഹാദിമീങ്ങളായി ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. അവരെ മാല എനിക്കൊന്ന് തരുമോന്ന് ചോദിച്ചപ്പോ ഞാൻ ഇവിടുത്തെ പ്രവർത്തകരോടൊക്കെ ചോദിച്ചു. PDF തരാന്നല്ലേ? PDF തന്നാലും വേണ്ടില്ല, വലക്കപ്പുണ്ണാക്ക് തന്നാലും വേണ്ടില്ല, സാധനം കിട്ടിയാൽ മതി. പോകുന്നതിന് മുമ്പ് തരാന്ന മുപ്പര് വന്ന് പോകുന്നതിന് മുമ്പ് കിട്ടിയിട്ട് കാര്യമില്ല, എപ്പ കിട്ടണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല മഹാനവർകളെ ബറക്കത്തുകൊണ്ട് ഉബൈദുല്ലാഹ് തങ്ങളെ ബറക്കത്തുകൊണ്ട് ഞങ്ങളെ കബൂലാക്കണേ അല്ലാഹ്. ചുരുക്കി പറയാം, ഇക്രിമത്താണ് ഇപ്പൊ നമ്മുടെ ചർച്ചാ വിഷയം. ഞാൻ ഇക്രിമത്തിനെ പറയാൻ ഉദ്ദേശിച്ചതല്ല, പക്ഷെ റസൂലുള്ളാഹിന്റെ ബാപ്പ ഉമ്മാനെ പറ്റി പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മയായത്, സ്റ്റേജിൽ വന്ന് ഇരുന്നതിന് ശേഷം ഓർമ്മയായത്. അവസാനം ഫത്ഹ് മക്കന്റെ സമയത്ത് ഹിജറയുടെ റസൂലുള്ള മക്കത്തേക്ക് മദീനത്തേക്ക് ഹിജറ പോയിന്റെ രണ്ടാമത്തെ കൊല്ലമാണ് ഏതുണ്ടായത്? ബദർ ഉണ്ടായത്. മനസ്സിലായില്ലേ? റസൂലുള്ള മക്കയിൽ നിന്ന് മദീനത്തേക്ക് പോയതിന്റെ എത്രാമത്തെ കൊല്ലം? രണ്ടാമത്തെ കൊല്ലം ബദർ യുദ്ധം ഉണ്ടായി. മൂന്നാമത്തെ കൊല്ലം ഉഹദ് യുദ്ധം ഉണ്ടായി. അഞ്ചാമത്തെ കൊല്ലം ഖന്തഖ് യുദ്ധം ഉണ്ടായി. അതൊക്കെ അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇനി എട്ടാമത്തെ കൊല്ലം റസൂലുള്ള മദീനത്തേക്ക് ചെന്നതിന്റെ എട്ടാമത്തെ കൊല്ലം അല്ലേ? എന്തുണ്ടായത്? അന്നാണ് 10,000 സ്വഹാബത്തിനിക്ക് നേതൃത്വം നൽകിക്കൊണ്ടിട്ട് അള്ളാന്റെ റസൂല് മക്കയിലേക്ക് പുറപ്പെടുകയാണ്. മക്കത്ത് ശത്രുക്കളെ ഭരണമാണ്, ശത്രുക്കളെ നേതൃത്വമാണ്. കഅബത്തിന്റെ ചുറ്റുഭാഗത്തും 300 ചില്ലുവാനും വിഗ്രഹങ്ങളുണ്ട്, 360 ബിംബങ്ങളുണ്ട്. ആ കഅബയെ മോചിപ്പിക്കണം. പരിശുദ്ധ കഅബയെ പറ്റി എന്തേ പറഞ്ഞത്? അല്ലാഹ് പറഞ്ഞത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇപ്പത്തെ കാലത്തുള്ള ഒരു വിഷയം എന്ന് വെച്ചാൽ, പഴയ കാലത്ത് നമ്മളെ ബാപ്പമാരെ കാലത്ത് മൊബൈലൊന്നുമില്ല, അതുകൊണ്ട് മൊബൈലിക്ക് നോക്കിയിട്ടുള്ള കുറ്റം അവർക്ക് ആർക്കുമില്ല. ഇപ്പൊ വെള്ളിയാഴ്ച ജുമുഅക്ക് ഖുതുബ ഓതുമ്പോഴും നമ്മളെ പണി എന്താ? മെസ്സേജ് ഇങ്ങനെ നോക്കണം. ആകെ 20 റക്അത്ത് തറാവീഹ്, അതിന്റെ ഇടയിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി 2 റക്അത്ത് കഴിഞ്ഞിട്ട് ഇമാം സലാം വിട്ടുമ്പോ മെസ്സേജ് വന്നോ? അല്ല, മറ്റേ ഫേസ്ബുക്കിൽ ഇപ്പൊ എന്താ ഉണ്ടായത്? ഇൻസ്റ്റാഗ്രാമിൽ ഫേസ് കിതാബിൽ എന്തൊക്കെയുള്ള ആ കിതാബിൽ ഉള്ളത്, വാട്സ്ആപ്പിൽ അങ്ങനെ ആകെ ആപ്പിലാണ്. നിസ്കാരം ഒന്നായിട്ട് ആപ്പിലായി, വാട്സാപ്പ് ആയതോട് ഈ വാട്സാപ്പ് വന്നപ്പോ തറാവീഹ് മുഴുവൻ ആപ്പിലായി, ആകെ ആപ്പായി, ഹലാക്കായി. അപ്പൊ അതുകൊണ്ട് അല്ലാഹു നമ്മളെ മജ്ലിസിലൊക്കെ ബർക്കത്ത് നൽകുമാറാകട്ടെ. ആരും ഒറ്റ മൊബൈലിൽ നോക്കണ്ടെന്നല്ല, എന്തെങ്കിലുമൊക്കെ ബേജാറുള്ള വിഷയം വരികയാണെങ്കിൽ നോക്കിക്കോളി. അല്ലാഹു തആല അങ്ങനത്തെ ബേജാറുകളെ തൊട്ട് കാത്തു രക്ഷിക്കണം. ഈ റമദാനിലാണ് 10,000 സ്വഹാബത്തിനിക്ക് നേതൃത്വം നൽകിക്കൊണ്ടിട്ട് റസൂലുള്ള പുറപ്പെടുക. എങ്ങോട്ടാ പുറപ്പെടുന്നത്? മക്കയിലേക്ക്. എന്തിന്? മക്കന്റെ ചുറ്റുഭാഗത്ത്, കഅബന്റെ ചുറ്റുഭാഗത്ത് 360 ദൈവങ്ങളുണ്ട് അല്ലേ? അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ചെന്നപ്പോ മക്കത്തുള്ള ഖുറൈശി മുശ്രിക്കീങ്ങൾ യുദ്ധത്തിന് ഒരുങ്ങിയിട്ടില്ല. ആരാ മുശ്രിക്കീങ്ങളെ നേതാവ്? അറിയോ നമുക്ക്? ആരാ അന്നത്തെ നേതാവ്? ഫത്ഹ് മക്കന്റെ കാലത്തുള്ള നേതാവ് ആരാ? അതെ, അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. അതാരെ പറഞ്ഞത്? അബൂ സുഫിയാൻ എന്ന് പറഞ്ഞ ആളാരാ? അവർക്ക് അല്ലാഹു തആല നിങ്ങൾ തന്നെ പറഞ്ഞു, അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൈപിടിക്കാൻ അവർക്കും ഞങ്ങൾക്കും തൗഫീഖ് ചെയ്യണേ അല്ലാഹ്.
വലിയ ബറക്കത്തുള്ള ആളാണ് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. അവരെ ഭാര്യ ഹിന്ദ് അല്ലേ? ഹിന്ദെന്താ അള്ളാന്റെ റസൂലിന്റെ കഠിന ശത്രുവാണ്. ഹംസത്തുൽ കറാർ തങ്ങളെ കരളെടുത്തിട്ട് എന്ത് ചെയ്ത്? ഹംസത്തുൽ കറാർ തങ്ങളെ കരളെടുത്തിട്ട് എന്തേ പറഞ്ഞറിയോ? ആ കരളെടുത്തിട്ട് തൊള്ളയിൽ വായിൽ വെച്ചിട്ട് കടിച്ച് 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 തുപ്പി. പക്ഷേ ചോര പള്ളന്റെ ഉള്ളിലേക്കായി. ഏത് ചോര? ഹംസത്തുൽ കറാർ തങ്ങളെ ചോര. ദേഷ്യം പിടിച്ചിട്ട് കടിച്ച് കടിച്ച് ചോര ഇറക്കിയതാണെങ്കിലും ആ ചോര ഹംസത്തുൽ കറാർ തങ്ങളെ ചോര പള്ളന്റെ ഉള്ളിലായ കാരണം കൊണ്ട് ആ ശരീരത്തിന്റെ ഉള്ളിലുള്ള ഹൃദയത്തിലേക്ക് ഈമാനിന്റെ വെളിച്ചം കേറുകയാണ്. പിൽക്കാലത്ത് ഫത്ഹ് മക്ക നളിസലാമാകിടൈ റളിയല്ലാഹു അൻഹും സദ്ദദമേ. ഫത്ഹ് മക്കന്റെ കാലത്ത് ആ ഹിന്ദ് എന്ന് പറയുന്ന ആ പെണ്ണ് റളിയല്ലാഹു അൻഹാ അവർ ഇസ്ലാമിലേക്ക് വരികയാണ്. മറക്കണ്ട, ആ ഹിന്ദിന്റെ മോനല്ലേ ആര്? സയ്യിദുനാ മുആവിയ. മദ്രസയിലെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിലെ കിതാബില് 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ 10ാം ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അൽ ഖിലാഫത്തുൽ ഉമവിയ്യ. അതിൽ ബഹുമാനപ്പെട്ട സയ്യിദുനാ മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണത്തിനെ പറ്റി നമ്മളെ മക്കള് പഠിക്കുന്നുണ്ട്. ഇന്നലെ കപ്പലിൽ നിന്ന് ഒരാൾ എന്നോട് പറഞ്ഞത് ഒന്നും നമ്മളെ കുട്ടികളെ പഠിപ്പിക്കണില്ലല്ലോ ഉസ്താദേ. അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു, മോനെ അപ്പൊ അയാൾ പറയാ ഞാൻ 5ാം ക്ലാസ് വരെ പഠിച്ചു. 5ാം ക്ലാസ്. അപ്പൊ പറഞ്ഞു, അയാളോട് ഞാൻ പറഞ്ഞു 5 വയസ്സ് വരെ പഠിച്ചപ്പോ നിങ്ങൾ 5 പഠിച്ചു ഇറങ്ങിയപ്പോ നിങ്ങൾക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? 10 11 വയസ്സുണ്ടായിരുന്നു. അന്ന് നിസ്കാരം പഠിപ്പിച്ചിട്ടുണ്ട്. EK സിലബസ് ആയാലും AP സിലബസ് ആയാലും ഏത് സിലബസ് ആയാലും 5ാം ക്ലാസിന്റെ മുമ്പെന്തേ പഠിപ്പിച്ചത്? നിസ്കാരത്തിന്റെ ഷർത്തും ഫർളും പഠിപ്പിച്ചിട്ടുണ്ട്. തൊട്ടാലൊന്നും ഉരുണ വിഷയങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നും ഉരുണ കാര്യം അല്ലേ? ഉമ്മാടെ ഇളയോള മോളെ തൊട്ടാലൊന്നും മുറിയും. ചെറുപ്പക്കാർക്ക് അറിയാത്തൊരു മസലയാണ്. ലക്ഷദ്വീപിലെ ചെറുപ്പക്കാർക്ക് അറിയാത്തൊരു മസലയാണ്. ലക്ഷദ്വീപിലെ +2 കഴിഞ്ഞ പെണ്ണുമക്കൾക്ക് പെൺകുട്ടിയൊക്കെ അറിയാത്ത മസലയാണ്. എന്ത്? ഓ മോളെ, നിങ്ങളെ ഉമ്മാന്റെ മൂത്തോളം മോനെ നിങ്ങൾ തൊട്ടാൽ ഉതുമുറിയുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഇസ്ലാമിൽ അവരെ കല്യാണം കഴിക്കൽ, വിവാഹം കഴിക്കൽ ഹലാലാണ്. കല്യാണം കഴിക്കൽ നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിലാകാം. ഉമ്മാന്റെ ആണുങ്ങളോട് ഞാൻ പറയാം, നമ്മളെ ഉമ്മാന്റെ ഇളയോളെ മോളെ തൊട്ടാൽ, ഉമ്മാന്റെ മൂത്തോളെ മോളെ തൊട്ടാൽ ഒതുമുറിയുന്നതാണ്. പഴയ കാലത്ത് വീടെടുക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? പഴയ കാലത്ത് വീടെടുക്കാൻ പൈസ ഉണ്ടായിട്ടില്ല. ഓരോരുത്തർക്ക് സെപ്പറേറ്റ് വീട് വെക്കാൻ പൈസ ഉണ്ടായിട്ടില്ല. ഇപ്പത്തെ കാലത്ത് അക്കാലത്തുള്ള എല്ലാ ഫിത്ന കൂടുതലാണ്. അതുകൊണ്ട് വീട് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അതാണ് നല്ലത്. അതുകൊണ്ട് നമ്മൾ സ്നേഹം കുറയാനും പാടില്ല. ഉമ്മാന്റെ ഇളയോളം ആരാ? റസൂലുള്ളാഹി ഉമ്മാന്റെ ഇളയോളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്തേ പറഞ്ഞത്? അൽ ഖാലത്തു ബി മൻസിലത്തിൽ ഉമ്മി. ഉമ്മാന്റെ ഇളയോട്, ഉമ്മാന്റെ മൂത്തോളെ പറ്റിയുള്ള അറബിയിൽ പറയുന്ന വാക്കാണ് ഖാലത്ത്. റസൂലുള്ളാഹി പറയാണ് അൽ ഖാലത്തു ബി മൻസിലത്തിൽ ഉമ്മി. ഉമ്മാന്റെ ഇളയോളും മൂത്തോളും ഉമ്മയെ പോലെ തന്നെയാണ്. തൊട്ടാലൊന്നും മുറിയൂല. എന്റെ ഉമ്മയും ജീവിച്ചിരിക്കുന്ന ഉമ്മയാണ്. എന്റെ ഉമ്മാന്റെ മൂത്തോളും ജീവിച്ചിരിക്കുകയാണ്. അല്ലാഹു തആല നമ്മളെ ജീവിച്ചിരിക്കുന്ന ഉമ്മമാരുടെയും ജീവിച്ചിരിക്കുന്ന ഉമ്മാന്റെ മൂത്തോള്, ഇളയോട്, ആങ്ങളമാര്, നമ്മളെ ബാപ്പാന്റെ അനുജന്മാര്, ജ്യേഷ്ഠന്മാര്, ജീവിച്ചിരിക്കുന്ന ബാപ്പമാര്, അല്ലാഹുവേ അവരുടെ ബറക്കത്തുള്ള ആഫിയത്തുള്ള ദീർഘായുസ് കണ്ടിട്ട് ഒരുപാട് കാലം ഞങ്ങൾക്ക് ദുനിയാവിൽ തന്നെ സന്തോഷിക്കാനുള്ള വലിയ സൗഭാഗ്യം ഞങ്ങൾക്കൊക്കെയും നൽകണം അല്ലാ. ഈ ഇരിക്കുന്ന പലരുടെയും ഉമ്മമാര് ജീവിച്ചിരിക്കുന്നവരുണ്ട്, ബാപ്പമാര് ജീവിച്ചിരിക്കുന്നവരുണ്ട്. പലരും ബാപ്പമാര് മൗത്തായി പോയവരുണ്ട്, പട്ടിണി സഹിച്ചവരുണ്ട്. അതാ ചേമ്പ് വായിൽ വെച്ചാൽ അത് പുഴുങ്ങിയിട്ട് വേവിച്ച് വായിൽ വെച്ചാൽ ചൊറിയാണ്. എന്നാലും പട്ടിണി മാറ്റാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും കിട്ടാത്ത കാലത്ത് ലക്ഷദ്വീപിലെ വാപ്പമാര് ചേമ്പ് വായിൽ വെച്ചവരല്ലേ, കഴിച്ചവരല്ലേ. അല്ലാഹു അവരേതായാലും ദുനിയാവിൽ കഷ്ടപ്പെട്ടു. മൗത്തിന്റെ നിശേഷം അവരെ നീ കഷ്ടപ്പെടുത്തരുതേ അല്ലാ.
ആഖിറത്തിൽ അവരെയും ഞങ്ങളെയും കഷ്ടപ്പെടുത്തരുതേ അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നമ്മൾ അല്ലാഹുവിനോട് ദുആർക്കൽ നല്ലതാണ്, എപ്പോഴും നല്ലതാണ്, എപ്പോഴും വളരെ നല്ലതാണ്. പക്ഷെ ആവശ്യമില്ലാത്ത വർത്താനം പറയാൻ പാടില്ല. എന്തെങ്കിലും ചെറുപ്പക്കാരെ പറ്റി പറയുമ്പോൾ നമ്മളെന്താ പറയാ, കാലം അങ്ങനെ ആയിപ്പോയില്ലേ, ഇപ്പത്തെ കാലം അങ്ങനല്ലേ. റസൂലുള്ള പറഞ്ഞു അങ്ങനെ പറയരുത്. അല്ലാഹ് പറയാണ് ഞാനാണ് കാലത്തിന്റെ ഖാലിഖ്, കാലത്തിനെ പടച്ച ഞാനാണ്. കാലത്തിന് കുഴപ്പമില്ല. ഇന്നിപ്പോ ഞാൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ ഇവിടെ അന്തറോത്ത് എങ്ങനെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇഷ്ടപ്പെട്ടു, നല്ല റാഹത്താണ്. ആന്തറോത്തൊക്കെ ഉഷാറാണ്, ഇവിടുത്തെ ആൾക്കാർ ശരിയില്ല. ആരാ പറഞ്ഞു? അന്തറോത്തുള്ള ഒരു നാട്ടുകാരൻ പറയാൻ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ല, ഇവിടെ ആൾക്കാർ ശരിയില്ല എന്ന് മൊത്തത്തിൽ പറയാൻ പാടില്ല. അയാളോട് ഞാൻ പറഞ്ഞു കൊടുത്തു അങ്ങനെ പറയാൻ പാടില്ല. എന്താ കാരണം? ആൾക്കാർ മൊത്തം ടോട്ടൽ ശരിയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുടിക്കാൻ വെള്ളം ഇവിടെ കിട്ടൂല. ഈ നാട്ടിൽ കുടിക്കാൻ വെള്ളം കിട്ടുന്നുണ്ടെങ്കിൽ ഒരു സ്വാലിഹായ മനുഷ്യനെങ്കിലും ഇവിടെ ഉണ്ട് എന്നതിന്റെ അർത്ഥം. ഇത് വെറുതെ പറഞ്ഞതല്ല, കിതാബിലുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ഇന്നമാ തുർസഖൂന ബിദുഅഫാഇക്കും, വളരെ പാവപ്പെട്ട ആളായിരിക്കും, ജനങ്ങളിലേക്ക് വരുന്നതിലൊന്നും ഉണ്ടാവില്ല, വിലല്ല. അള്ളാഹിന്റെ അടുക്കലേക്ക് വരണ്ട് അങ്ങനത്തെ ഒരാളെങ്കിലും ഉള്ള കാലത്ത് അതുകൊണ്ട് അന്തറോത്തുള്ള ജനങ്ങൾ മോശമാണ് പറയാൻ പാടില്ല, മൊത്തത്തിൽ അങ്ങനെ പറയാൻ പാടില്ല. അല്ലെങ്കിൽ തിരൂരിലുള്ള ജനങ്ങൾ മോശമാണ്, അല്ലെങ്കിൽ കവരത്തിയിലെ ജനങ്ങൾ മോശമാണ് പറയരുത്. അവിടെ മോശപ്പെട്ട ചില ആൾക്കാരുണ്ട്, അത് എല്ലാ നാട്ടിലും ഇല്ലേ. അള്ളാന്റെ റസൂലുള്ള നാട്ടിൽ തന്നെയല്ലേ അബൂജഹൽ ഉണ്ടായത്. സുഹൃത്തുക്കളെ, എന്റെ പെങ്ങന്മാരെ, അവസാനം ഫത്ഹ് മക്കന്റെ സമയം നിങ്ങൾ നോക്കണം. ഫത്ഹ് മക്കന്റെ സമയം മക്ക രാജ്യത്തിന്റെ വലിയ തലവനാരാണ്? അബൂ സുഫിയാനാണ്. അബൂ സുഫിയാൻ അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര സ്വഹാബത്തിന്റെ റസൂലുള്ളാഹിയുടെ കൂടെ 10,000 സ്വഹാബത്തുണ്ട്. അതിൽ ഓരോരോ ടീമിനെ സെപ്പറേറ്റ് ആക്കിയിട്ട് റസൂലുള്ളാഹി മുന്നിൽ മക്കത്തേക്ക് ഇങ്ങനെ പുറപ്പെടിക്കുകയാണ്. നിങ്ങൾ പൊയ്ക്കോളൂ, റസൂലുള്ളാഹി അവിടെ എത്തുന്നതിന്റെ മുമ്പ്. അങ്ങനെ അസ്ലം, ഓരോരോ ഗോത്രത്തിന്റെ പേരാണ്. ഓരോരോ ഗോത്രം സെപ്പറേറ്റ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ ദിക്റും ചൊല്ലിയിട്ട് അവരിങ്ങനെ പോവാണ്. വെറുതല്ല ലക്ഷദ്വീപുകാര് പെരുന്നാൾക്ക് ദിക്റ് ചൊല്ലുന്നത്. ദിക്റ് ചൊല്ലിയിട്ട് അവരിങ്ങനെ സംഘമായി പോയതിന് അത് ഇസ്ലാമിൽ തെളിവുണ്ട്. കൂട്ടമായി ദിക്റ് ചൊല്ലണം, ഒറ്റക്കും ചൊല്ലണം. സ്വഹാബത്ത് ചൊല്ലിയിട്ടുണ്ട്. അങ്ങനെ ചെല്ലുമ്പോ ഹന്തമ എന്ന് പറയുന്ന ഒരു കുന്ന് ഉണ്ട്. ഒരു കുന്ന് കണ്ടെത്തി കുന്നിനേക്കാളും വലിയ കുന്നാണ്. അങ്ങനെ വലിയ കുന്നാണ് ഏത്? ഈ കുന്ന്. ഏത് കുന്ന്? ഹന്തമ കുന്ന്. ആ കുന്നിന്റെ മുകളിലൂടെ അതാ മുന്നിലുണ്ട് ഖാലിദ് ഇബ്നുൽ വലീദ്. ഖാലിദ് ഇവിടെ അങ്ങനെ പേരുണ്ടോ? നല്ല ബറക്കത്തുള്ള പേരാണ്. കുട്ടികൾക്ക് ആ പേരുള്ള കുട്ടികൾക്ക് ധൈര്യമുണ്ടാകും, പേടിണ്ടാവില്ല. നമ്മളെ മക്കൾക്ക് ഖാലിദ് എന്ന പേര് അതുപോലത്തെ ബറക്കത്തുള്ള പേര് ഇടാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ചില ആൾക്കാർക്ക് മക്കളില്ലല്ലോ, ദുആർക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നല്ല മക്കളുണ്ടായാൽ നല്ല പേരിടാൻ നിങ്ങൾ നിയ്യത്താക്കിക്കോളും. ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് ഉണ്ടാകാം, അബൂബക്കർ സിദ്ദീഖിന്റെ പേര് വെക്കാം, ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുടെ പേര് വെക്കാം. അല്ലാഹു മക്കളെ നൽകണേ അല്ലാഹ്. സ്വഹാബത്തിന്റെ പേര് വെക്കാൻ, ഖദീജ ബീവിയുടെ പേര് വെക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ചില ആളുകൾക്ക് മക്കളില്ലാത്തത് എന്തുകൊണ്ടാണ്? വിവാഹം കഴിക്കാത്തത് കൊണ്ടാണ്. അല്ലാഹു വിവാഹം പെട്ടെന്ന് ശരിയാക്കി നൽകണേ അല്ലാഹ്. ഇന്ന് ചായ നൽകിയ, കോഴിമുട്ട നൽകിയ അയാളെ മകൻ 29-30 വയസ്സുള്ള മകനിക്കൊരു ഭാര്യയെ കിട്ടണം. എന്റെ മോനും ബറക്കത്തുള്ള ഭാര്യയെ കിട്ടണം. ബറക്കത്തുള്ള ഭാര്യയെ നൽകണേ അല്ലാഹ്. ബറക്കത്തുള്ള മക്കളെ നൽകണേ അല്ലാഹ്. ബറക്കത്തുള്ള മക്കളെ പരമ്പരകളെ നൽകണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അപ്പൊ എന്തായി? ഖാലിദ് റളിയല്ലാഹു അൻഹു വലിയ സംഭവമാണത്. ഖാലിദ് റളിയല്ലാഹു അൻഹു മുന്നിൽ കണ്ട് ചെല്ലുമ്പോ കുറച്ച് ചെറുപ്പക്കാരായിരിക്കുന്ന ശത്രുക്കൾ മുശ്രിക്കീങ്ങൾ ഒരു ഭാഗത്ത് ഒരുമിച്ച് കൂടി. അവർ ചെന്നിട്ട് ചോദിച്ചു അബൂ സുഫിയാനോട്, അല്ല മുഹമ്മദിന്റെ ആൾക്കാർ വരുന്നുണ്ടോ? അപ്പൊ സംഭവം രാത്രിയാണ്. ഈ സമയം ഏതാണ്? രാത്രി ടൈമാണ്, പകലല്ല. ഇന്നത്തെ മാതിരി വെളിച്ചൊന്നുമില്ല, കറണ്ടൊന്നുമില്ലല്ലോ.
അപ്പൊ കുന്നിന്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുക, മലയുടെ മുകളിൽ പഹാഡ് കെ ഊപ്പർ അബൂ സുഫിയാൻ बैठने की टाइम रसूल अकरम सल्लल्लाहु अलैहि वसल्लम अस्हाब किराम मक्का में दखल किया, शुरू किया, എൻട്രി हो गया. അങ്ങനെയാണ്. അങ്ങനെ ഭാഷ പഠിക്കുക. എന്താ പറയുക, ഇംഗ്ലീഷ് ആണ് പറഞ്ഞാൽ മതി. എല്ലാവർക്കും തിരിഞ്ഞ് ലോകത്ത് എല്ലാവർക്കും. ഞങ്ങളവിടെ ഒരു ഉമ്മാമ, ഒരു വയസ്സായ ഉമ്മാമ, ഞാൻ ഓതി പഠിക്കുന്ന കാലത്ത് അന്ന് ഉമ്മാമക്ക് നല്ല വയസ്സുണ്ട്. ഒരു വയസ്സായ ഉമ്മാമ ഒരു ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി കടയിൽ വന്നതാണ്. അപ്പൊ ഈ കടക്കാരെടുത്ത് കൊടുക്കുക, ഈ ഡ്രസ്സ് ഇത് വേണോ അതാ മറ്റാണോ വേണ്ടത്? അപ്പൊ ഉമ്മാമ പറയാം, വയസ്സായ ഉമ്മാമ പറയാം, മോനെ ഈ കറലല്ല മറ്റേ കറല് കൊണ്ടാണ്. മനസ്സിലായി? ഉമ്മാമന്റെ ഇംഗ്ലീഷാണത്. ഈ കറലല്ല മറ്റേ കറല്. മനസ്സിലായില്ലേ? കളർ എന്നില്ല, അന്ന് 30 കൊല്ലം മുമ്പത്തെ ഇംഗ്ലീഷാണ്. ഇപ്പത്തെ അമ്മാമൊക്കെ മരിച്ചു പോയിട്ടുണ്ടാവും. അള്ളാഹു സ്വർഗത്തിലാക്കട്ടെ. സ്വർഗത്തിലുള്ള കളർ വസ്ത്രം ധരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട അബൂ സുഫിയാനോട് ചെറുപ്പക്കാര് വന്നിട്ട് ചോദിച്ചു, എന്താ മുഹമ്മദിന്റെ ആൾക്കാർ വരുന്നുണ്ട്? അങ്ങനെ വരാൻ സാധ്യതയില്ല, സാധ്യതയൊന്നുമില്ല. എന്തോ ഒരു ന്യൂസിന്റെ അടിസ്ഥാനത്തിൽ ചോദിച്ചതാ. അപ്പോഴേക്കും അതാ വരുന്നു, പന്തം കത്തിച്ചുകൊണ്ടിട്ട്. അന്ന് പന്താണ്, ചൂട്ട് എന്നൊക്കെ പറയില്ലേ, ചൂട്ട്. ദ്വീപിൽ പഴയ കാലത്ത് ചൂട്ടല്ലേ, ചൂട്ട് എന്ന് പറയും അല്ലേ. ആ ചൂട്ട് കത്തിച്ചുകൊണ്ടിട്ട് ആര് വരികയാണ്? സ്വഹാബത്ത് വരികയാണ്. ഈ ചൂട്ടെല്ലാം കൂടി 10,000 ആൾക്കാർ ചൂട്ട് കത്തിച്ച 10,000 ചൂട്ടുണ്ടാവും, 10,000 പന്തം. ഇതെല്ലാം കൂടി ഇങ്ങനെ. അപ്പൊ അബൂ സുഫിയാനും മലയുടെ മുകളിലുണ്ട്. അബൂ സുഫിയാൻ എങ്ങനെ പറയാ, ലാത്താ മുഹമ്മദ് നമ്മളെ നാട്ടിൽ ജീവിക്കാൻ പറ്റാതെ ഇവിടുന്ന് പോയ മുഹമ്മദ് അതാ എത്രയോ 10,000-കണക്കിന് 10,000-കണക്കിന് ആൾക്കാർക്ക് നേതൃത്വം കൊടുത്തിട്ട് വരില്ലേ. ഇതെന്തൊരു അത്ഭുതമാണ് അപ്പാ, യാ ലാത്താ, ഇതെന്തൊരു അത്ഭുതമാണ്. അപ്പൊ അബൂ സുഫിയാന്റെ കൂട്ടുകാരനായ വളരെ പ്യാരെ ദോസ്ത് അബൂ സുഫിയാൻ കെ സാത്ത് ഹേ, ഇഷ്ടപ്പെട്ട അബൂ സുഫിയാന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂ സുഫിയാന്റെ കൂടെ തന്നെ ഉണ്ട്. അതാരാന്നറിയോ? റസൂലുള്ളാഹിന്റെ അളാപ്പയായ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. അബ്ബാസ് എന്ന ഒരു ഖൽബ് കൊണ്ട് റസൂലുള്ളാഹിന്റെ കൂടെയാണെങ്കിലും പരസ്യമായി മുസ്ലിമായിട്ടില്ല. അതേ മക്കത്ത് മുസ്ലിമായിട്ട് രംഗത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് അബ്ബാസ് എന്നവര് റസൂലുള്ളാഹിന്റെ അളാപ്പയാണ്. മിഞ്ഞാ നമ്മൾ പറഞ്ഞല്ലോ, അള്ളാന്റെ റസൂലിന്റെ ബാപ്പാന്റെ ബാപ്പാക്ക് 19 മക്കളുണ്ട്, 13 ആൺമക്കളാണ്. റസൂലുള്ളാഹിന്റെ ബാപ്പാന്റെ ബാപ്പയായ അബ്ദുൽ മുത്തലിബ് എന്നവർക്ക് എത്ര ആൺമക്കള്? 13 ആൺമക്കള്. ടോട്ടൽ എത്ര മക്കള്? 19 മക്കള്. അപ്പൊ എത്ര പെൺമക്കള്? 6 മക്കൾ. ഒക്കെ വയസ്സന്മാരാ ഉത്തരം പറഞ്ഞത്. ചെറുപ്പക്കാരൊന്നും ഉത്തരം പറഞ്ഞില്ല. എന്താ പറയാത്തത്? അവർക്ക് 4 നക്കല് നക്കണം ഇതിന്റെ ഉത്തരം കിട്ടണമെങ്കിൽ. ഈ മൊബൈലിന് ഭയങ്കര അമർത്തണം. അപ്പോഴേ അമക്കുമ്പോഴാണ് ശരിയാവുള്ളൂ അല്ലേ? അതാണ് ഇപ്പത്തെ വയസ്സന്മാരെ കണക്കും ചെറുപ്പക്കാരെ കണക്കും തമ്മിലുള്ള വ്യത്യാസം. അള്ളാഹു എല്ലാവർക്കും നല്ല ബുദ്ധിശക്തി നൽകണേ. അള്ളാഹ് പവർ നൽകണം. 13 ആൺമക്കൾ അങ്ങനെയല്ലേ പറഞ്ഞത്? അങ്ങനെ തന്നെ 6 പെൺമക്കളുണ്ട്. സുഹൃത്തുക്കളെ, അതിലുള്ള റസൂലുള്ളാഹിനേക്കാളും 3 വയസ്സ് കൂടുതലുണ്ട്. ആർക്ക്? അബ്ബാസ് എന്നവർക്ക്. അബ്ബാസ് എന്നവരെക്കാളും 3 വയസ്സിന് കൃത്യം 3 വയസ്സിന് ഇളയ ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹംസ എന്ന ആളാപ്പയേക്കാളും കൃത്യം 2 വയസ്സിന് ഇളയ ആളാണ് മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ റസൂലിനേക്കാളും 2 വയസ്സിന് മൂത്ത ആളാണ് ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു. അബൂ സുഫിയാൻ ഇങ്ങനെ കണ്ടപ്പോ അത്ഭുതപ്പെട്ടപ്പോ അബ്ബാസ് എന്നവർ പറഞ്ഞു, അതേ ശരിയാണ്, മുഹമ്മദിന്റെ പവർ നമ്മൾ ആരും വിചാരിക്കാത്ത പവറിലേക്കും അധികാരത്തിലേക്കും സ്ഥാനത്തിലേക്കും എത്തിപ്പോയി. ഇനിയിപ്പോ നമ്മൾ മുഹമ്മദിന്റെ കീഴ് ഒതുങ്ങിയല്ലാതെ രക്ഷയില്ല എന്ന് അബ്ബാസ് എന്നവർ മെല്ലെ സംസാരിക്കാൻ മെല്ലെ ഇസ്ലാമിലേക്ക് സോപ്പിട്ട് കൊണ്ടുവരാൻ. ഓരോരുത്തരും ഓരോ കോലത്തിലാണ് ഓരോരുത്തരുടെ പെരുമാറ്റം. ചില ആൾക്കാരെ സോപ്പിടേണ്ടോടത്ത് സോപ്പിടേണ്ടി വരും. നമ്മളിപ്പോൾ ഒരു പരിപാടി നമ്മളെ സംഘടനയുടെ കീഴിലുണ്ടെങ്കിൽ ചിലപ്പോൾ BDO-നെ കൊണ്ടുവരേണ്ടി വരും. BDO മോശമാണെങ്കിലും നമുക്കിപ്പോൾ അഡ്മിനിസ്ട്രേറ്ററെ കിട്ടുകയാണെങ്കിൽ അയാളെ കൊടുത്തിട്ട് ഉദ്ഘാടന പ്രസംഗം അയാൾക്ക് കൊടുക്കുക. വരികയാണെങ്കിൽ അൽഹംദുലില്ലാഹ്, അല്ലാഹ് ഒന്നല്ലെങ്കിൽ നാളെ വന്നിട്ടൊരു ഉദ്ഘാടന പ്രസംഗം ചെയ്യാൻ അയാൾക്കും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതല്ലേ നമ്മളെ നേതൃത്വത്തിന്റെ പവർ, അതല്ലേ നമ്മളെ ശൈഖുനാന്റെ പവർ. അവിടെ ചില ആൾക്കാർ അവിടെ പോയത്, നമ്മളെ ഉസ്താദ് പോയപ്പോഴേക്ക് എന്തിനാ പോയത്? എടാ ചങ്ങാതി, നിനക്ക് അവിടെ പോകാൻ പറ്റൂലെങ്കിൽ അസൂയ പറഞ്ഞിട്ട് കാര്യമില്ല.
അത് എത്തേണ്ടതൊക്കെ എത്തും. അത് അള്ളാന്റെ പവറാണ്. അള്ളാഹു തആല ഔലിയാക്കന്മാരിലൂടെ നൽകുന്ന CM വലിയുള്ളാന്റെ ബറക്കത്ത് കൊണ്ട് നൽകുന്ന പവറാണ്. അതുകൊണ്ട് അള്ളാഹു ഏറ്റിക്കൊടുക്കണേ അള്ളാഹ്, പവർ ഏറ്റിക്കൊടുക്കണേ അള്ളാഹ്. ചിലപ്പോ പ്രധാനമന്ത്രി സ്വീകരിച്ചു എന്ന് വരും, ചിലപ്പോ സ്വീകരിച്ചിട്ടില്ല എന്ന് വരും, അത് വേറെ കാര്യം. ഏതായാലും ബഹുമാനപ്പെട്ട അബ്ബാസ് എന്നവരിങ്ങനെ മന്ത്രിച്ച് സ്വകാര്യം പറഞ്ഞ് അബൂ സുഫിയാന്റെ മനസ്സിൽ റസൂലുള്ളാഹിനോടുള്ള വെറുപ്പില്ലാതായിട്ടുണ്ട്. ഇങ്ങനെ ഇല്ലാതായി വരികയാണ്. അപ്പൊ അബൂ സുഫിയാനോടൊന്ന് സമ്മതം ചോദിക്കാൻ നിൽക്കാതെ കുറച്ച് ചെറുപ്പക്കാര് എവിടെ വന്നു? ഖന്തമ കുന്നിന്റെ ഭാഗത്തുകൂടെ ആരാ വരുന്നത്? ഖാലിദ് ബിൻ വലീദ് എന്ന് പറയുന്ന സ്വഹാബിയുടെ നേതൃത്വത്തിൽ കുറച്ച് ആൾക്കാർ ഇങ്ങനെ കടന്നു വരികയാണ്. ഖാലിദ് ബിൻ വലീദ് ഉഹദ് യുദ്ധത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കഠിന ശത്രുവാണ്. ഒരുപാട് സ്വഹാബത്തിനെ കൊന്ന ആളാണ് ഖാലിദ്. പക്ഷേ ഫത്ഹ് മക്കന്റെ കാലമായപ്പോഴേക്കും ഇസ്ലാമിൽ കഥ വരികയാണ്. ഖാലിദ് ഇങ്ങനെ വരുമ്പോ കുറച്ച് സുഹൈൽ എന്ന മുശ്രിക്കായ ചെറുപ്പക്കാരൻ, അബൂ ജാഹിലിന്റെ മോനായിരിക്കുന്ന ഇക്രിമത്ത് എന്ന ചെറുപ്പക്കാരൻ, അതുപോലെ സ്വഹ്വാൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ, അവരെല്ലാം കൂടി വാളും പരിചയം കൂടി എടുത്തിട്ട് ഖാലിദിന് അങ്ങനെ ഇങ്ങോട്ട് കിടക്കാൻ സമ്മതിക്കാൻ പറ്റൂല, വരാൻ പറ്റൂല, കിടക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല, ഉയിരോടെ നിൽക്കും കാലം അത് നടക്കൂടാ, ഞങ്ങളെ തടിയിൽ ജീവനുള്ള കാലത്ത് ഖാലിദ് അങ്ങനെ ഇങ്ങോട്ട് വരാൻ പറ്റൂല. ശരി മോനെ, കാരണം ഖാലിദ് എന്നവർ ഇന്നലെ വരെ ഇവരുടെ പ്രിയപ്പെട്ട ആളാണ്. ഇന്ന് റസൂലുള്ളാഹിന്റെ ആളായി മാറിയപ്പോ ഭയങ്കര വൈരാഗ്യം ഉണ്ടായി. അപ്പോഴോ ഖാലിദ് എന്നവരിങ്ങനെ വരികയാണ്. വന്നപ്പോ ഖാലിദ് തുടങ്ങി കളിയ മർദ്ദനത്തിനുമൊരുങ്ങി ഖഡ്ഗം വീശവ ചൊടു തീപ്പൊരി ഭുവനമിൽ പൊങ്ങി സ്വഹബുകൾ കഠിന കഠോരം പകയത് വീട്ടുവാൻ പടകൾ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂലിന്റെ ഓർഡർ എന്താ? ആരെയും ആക്രമിക്കാൻ പാടില്ല എന്നാ. പക്ഷെ ഖാലിദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുത്തേക്ക് ശത്രുക്കൾ വന്നപ്പോ അവരെ കയ്യിലൊക്കെ ഒരു വാളുണ്ട്, എപ്പോഴും ഉണ്ടാവും. മലപ്പുറത്ത് പഴയ എന്റെ ഒക്കെ ചെറുപ്പത്തിൽ മലപ്പുറം ജില്ലയിൽ വയസ്സന്മാരുടെ കയ്യിൽ ഒരു കത്തി ഉണ്ടാവും. കണ്ടവരുണ്ടാവും അല്ലെ? ഇവിടെ അങ്ങനൊക്കെ ഉണ്ടായിരുന്നു കത്തി. മലപ്പുറത്ത് മാത്രല്ല, ലക്ഷദ്വീപിലുണ്ടായിരുന്നു. അതിന് കത്തി പുറത്തേക്ക് ശരിക്കും കാണും. അന്ന് കുപ്പായം ഉണ്ടായിരുന്നില്ല. അന്ന് മനുഷ്യന്മാർക്ക് കുപ്പായമില്ല. എന്താ കുപ്പായടാത്തത്? കുപ്പായം വാങ്ങാൻ പൈസ ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ എന്തിനായി കത്തി? ഈ കത്തി കൊണ്ട് അടക്കന്റെ തോല് കളയാനാണ്, ആരെയും ആക്രമിക്കാനല്ല. അതുപോലെ അറബികളൊരു പതിവാണ്, എപ്പോഴും ഒരു ഉറയിലിട്ടൊരു വാളുണ്ടാവും. ഉറയിൽ കവറിൽ ഇട്ടൊരു വാളുണ്ടാവും. ആ വാള് കൊണ്ട് അങ്ങോട്ട് യുദ്ധം ചെയ്തു സയ്യിദുനാ ഖാലിദ് റളിയല്ലാഹു തആല. അപ്പൊ എന്തായി? ചെറിയൊരു യുദ്ധം ഉണ്ടായി. അപ്പൊ ഒരു സ്വഹാബി ചെന്നിട്ട് പറഞ്ഞു നബിയേ, അതാ ഖാലിദ് യുദ്ധം ചെയ്യാണ്, ഒന്നും ചെയ്യണ്ടെന്നല്ലേ തങ്ങൾ പറഞ്ഞിരുന്നത്? അപ്പൊ ഹക്കീം എന്ന സ്വഹാബിയെ റസൂലുള്ളാഹി പറഞ്ഞു വിട്ടു. ഹക്കീം എന്ന സ്വഹാബി ചെന്നിട്ട് പറയാണ്, എന്താ പറഞ്ഞ? യാ ഖാലിദ്. ഹക്കീമിന് ഭയങ്കര സൗണ്ടാണ്. അങ്ങനെയല്ല, ചില ആൾക്കാർക്ക് ഭയങ്കര ഒച്ചാവും. നമ്മളെ ഒച്ചുള്ള ആൾക്കാർ എന്തെങ്കിലും ഒന്ന് ദിക്റൊക്കെ ചെല്ലിയാൽ അലേ മുസ്തഫ എന്ന് പറഞ്ഞാണ്ട് ചെല്ലിയാൽ ഭയങ്കര ഉഷാറുണ്ടാവും. അള്ളാഹു നൽകിയ ഒരു വലിയൊരു നിഅമത്താണ് ഈ ഒച്ച എന്നുള്ളത്. അള്ളാഹു തആല നമ്മളെ ശബ്ദത്തിലൊക്കെ ബറക്കത്ത് നൽകണേ അള്ളാഹ്. ആണുങ്ങൾ ഉറക്കാൻ ദിക്ർ ചെല്ലലാണ് നല്ലത്. ശൈഖുന കുണ്ടൂർ ഉസ്താദ് അത് പഠിപ്പിച്ചിട്ടുണ്ട്, എല്ലാ ആലിമീങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. ദിക്റിന്റെ മജ്ലിസിൽ, പള്ളിയിലുണ്ടാകുന്ന മഹദറത്തുൽ ബദരിയന്റെ മജ്ലിസിൽ കുറച്ചൊരു സൗണ്ട് വേണം. ഇതുവരെ ഒച്ചയില്ലാതെ അങ്ങനെ മഹദറത്തുൽ ബദരിയ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ എന്താവും? ഇബ്ലീസ് പെട്ടെന്ന് വരും. ഇബ്ലീസിനെ പോക്കാനാണ് മഹദറത്തുൽ ബദരിയ ചൊല്ലുന്നത്. ബഹുമാനപ്പെട്ട ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഹക്കീം വന്നിട്ട് വിളിച്ചു പറയാണ്. എന്താ പറഞ്ഞ? യാ ഖാലിദ്, അമറ ലക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഖ്തുൽ അഹദൻ. വിളിച്ചു പറഞ്ഞു, അനൗൺസ്മെന്റ്. ആര്? ഖാലിദ് റളിയല്ലാഹു അൻഹു. ഓ ഖാലിദേ, റസൂലുള്ളാഹി കൽപ്പിച്ചിട്ടുണ്ട് ലാ തഖ്തുൽ അഹദൻ, ഒരാളെയും കൊല്ലരുത് എന്നാണ് പറഞ്ഞത്. പക്ഷെ യുദ്ധം, കൊടുമ്പിരിക്കൊണ്ട യുദ്ധം ഇങ്ങനെ നടക്കുമ്പോഴാണ് ഒരു മൂലയിൽ നിന്നത് വിളിച്ചു പറയണത്, ലാ തഖ്തുൽ അഹദൻ, ഒരാളെയും കൊല്ലരുത്. പക്ഷെ ഖാലിദ് കേട്ടത് വേറെ മോഡലാ. ഖാലിദിന്റെ ചെവിയിൽ ഖാലിദിന് തോന്നിയത് ലാ തത്റുക് അഹദൻ,
അമറലക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തത്റുക് അഹദൻ, ഒരാളെയും വെറുതെ വിടരുത്, സർവ്വത്തിനും കൊല്ലണം. അതോടുകൂടി അങ്ങോട്ട് കൊയ്ത്ത് തുടങ്ങി, കളിയ മർദ്ദനത്തിനും ഒരുങ്ങി. അപ്പോഴാണ് ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ ചെന്നിട്ട് റസൂലുള്ളാഹിനോട് പറയാ, ഓ നബിയേ, ഇതാ ഖാലിദ് ഒന്നുകൂടി സ്ട്രോങ് കൂട്ടിയിരിക്കുകയാണ്, ഖാലിദിനോട് നിർത്താൻ പറയൂ. കാരണം മക്കയിൽ വെച്ച് ഒരാളെയും കൊല്ലരുത്. ഇത് രാജ്യമേതാണ്? മക്കയാണ്. മക്ക ഇസ്ലാമിന്റെ കീഴിൽ വരാൻ പോവാണ്. അവിടെ രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കരുത്, അള്ളാന്റെ റസൂലിന്റെ തീരുമാനമാണ്. ഒരക്രമം അവിടെ ഉണ്ടാകരുത്, റസൂലുള്ളാന്റെ തീരുമാനമാണ്. അതേസമയം ഒരു രക്തച്ചൊരിച്ചിൽ ഇല്ലാതെ, ഒരു യുദ്ധം ഇല്ലാതെ മക്ക ഇസ്ലാമിന്റെ കീഴിൽ വരണം. അതേ ഈ 360 ദൈവങ്ങളെ പൊട്ടിച്ചിട്ട് ബഹറിലേക്ക് എറിയണം. അള്ളാന്റെ പേര് ഉറക്കെ വിളിച്ചു പറയണം. ഒരൊറ്റ കുട്ടിയെയും ആക്രമിക്കരുത് എന്നാണ് റഹ്മത്തുൽ ലിൽ ആലമീനായ കരുണക്കടലായ റസൂലുള്ളാഹിന്റെ ഖൽബിലുള്ളത്. അപ്പൊ എന്തായി? അപ്പൊ ഉമർ ഇബ്നു ഖത്താബിനോട് റസൂലുള്ളാഹി പറഞ്ഞു, ഒന്നുകൂടി ചെന്നിട്ട് വിളിച്ചു പറ. അപ്പൊ ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ വളരെ ഈർഷ്യത്തോടെ ചെന്നിട്ട് പറഞ്ഞു, ഖാലിദേ, അള്ളാന്റെ റസൂലിന്റെ ഓർഡറിനെതിരിൽ ആരായാലും ഈ എന്റെ കയ്യിലുള്ള വാളുകൊണ്ട് അള്ളാന്റെ റസൂലിന്റെ ഓർഡറിനെതിരിൽ നീങ്ങിയവന്റെ ഓടലും തലയും 2 പീസാക്കും. അള്ളാനെ തന്നെയാണ് സത്യം. അപ്പോഴാണ് എന്താ ഉമർ ഇബ്നു ഖത്താബ് ഇത്ര സ്ട്രോങ്ങിൽ അടുത്ത് ചെന്നിട്ട് ഖാലിദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ നിങ്ങൾ പറഞ്ഞത്? അള്ളാന്റെ റസൂലിന്റെ ഓർഡറിനെതിരിൽ ഞാൻ എന്തേപ്പോ ഓർഡറിനെതിരെ ചെയ്തത്? നിങ്ങൾ ആൾക്കാരെ കൊന്നു, ജനങ്ങളോട് യുദ്ധം ചെയ്തു, ചെയ്യണ്ടെന്ന് റസൂലുള്ളാഹി പറഞ്ഞില്ലേ? ചെയ്യണ്ടെന്ന് പറഞ്ഞോ? പറഞ്ഞു. നിങ്ങൾ കേട്ടില്ലേ? ഇല്ല, ഞാൻ മനസ്സിലാക്കിയത് വേറെ രൂപത്തിലാണ്. അപ്പോഴേക്കും ഖാലിദിനെ ചീത്ത വിളിച്ചതിന് വേണ്ടിയിട്ട് ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾക്ക് മനസ്സിലായി ഖാലിദിന് തെറ്റിദ്ധാരണ വന്നതാണ്. അപ്പോഴോ ഉമർ കരവാളും ഉറയിലിട്ടു, ഖാലിദിനോടൊക്കെ പറഞ്ഞിടുന്നു. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തം ചോദിക്കുകയാണ്. പൊരുത്തപ്പെടണേ ഖാലിദേ, പൊരുത്തപ്പെടണേ ഉമറേ. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിന്റെ സ്വഭാവം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത് എന്താ? മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ. റസൂലുള്ളാഹിന്റെ കൂടെയുള്ള സ്വഹാബത്ത് സത്യനിഷേധികളോട് വല്ലാത്ത വെറുപ്പുള്ളവരാണ്. അതേ സമയം റുഹമാഉ ബൈനഹും, തമ്മിൽ വലിയ കിർഫയാണ്. അങ്ങനെ അപ്പൊ പ്രശ്നങ്ങളൊക്കെ അടങ്ങി. എന്നിട്ട് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. അബൂ സുഫിയാൻ വന്നു റസൂലുള്ളാഹിന്റെ മുമ്പിൽ. എല്ലാ മക്ക മുശ്രിക്കീങ്ങളുണ്ട്, അള്ളാന്റെ റസൂലിനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചവരാണ്, പലവട്ടം ശ്രമിച്ചവരാണ്. അള്ളാന്റെ റസൂലിനെ മർദ്ദിച്ചവരായ നാട്ടുകാരൊക്കെ കഅബത്തിന്റെ പരിസരത്ത് കൂടി നിൽക്കുകയാണ്. ബദർ യുദ്ധത്തിന് നേതൃത്വം കൊടുത്തവർ കൂടി നിൽക്കുകയാണ്. ഹംസത്തുൽ കറാർ തങ്ങളെ കൊന്നതിന് ശേഷം ഹിന്ദെന്ന് പറയുന്ന പെണ്ണ് പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. അള്ളാന്റെ റസൂലിന് ഏറ്റവും സ്നേഹമുണ്ടായിരുന്ന ഒരാളാണ് ആര്? സയ്യിദുനാ ഹംസത്തുൽ കറാർ. രണ്ടാളും എളാപ്പയും മകനുമാണ്. അതേസമയം രണ്ടാളും വലിയ സുഹൃത്തുക്കളാണ്, വളരെ അടുത്ത, വളരെ ക്ലോസ് ഫ്രണ്ടാണ്. ആ ഹംസത്തുൽ കറാർ തങ്ങളെ 2 കൈയും ജനാസയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. 2 കൈയും മുറിച്ചല്ലോ, 2 കാലും മുറിച്ചല്ലോ. ശത്രുക്കളി കാല് ഫുള്ളായി മുറിച്ചു കളഞ്ഞില്ലേ? മൂക്ക് മുറിച്ചില്ലേ? ചെവി മുറിച്ചില്ലേ? കണ്ണ് ചൂഴ്ന്നെടുത്തില്ലേ? വായ്ക്കകത്തുള്ള നാവ് മുറിച്ചില്ലേ? നെഞ്ചു കുത്തി കീറിയിട്ട് കരട് പുറത്തെടുത്തില്ലേ? ഔറത്തിന്റെ ഭാഗം കട്ട് ചെയ്തു. അങ്ങനെ ഒരുപാട് ദുൽമ ചെയ്ത ആ ശത്രുക്കളും ആ വാലിമീങ്ങൾ, അക്രമകാരികള് അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോ അള്ളാന്റെ ഹബീബായ തങ്ങള് ഞങ്ങളെ എന്താ ചെയ്യാൻ പോകണത് എന്ന്
പേടിയോടുകൂടി ശത്രുക്കൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അബൂ സുഫിയാൻ ഒരു ഭാഗത്തുണ്ട്, അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദൊരു ഒരു ഭാഗത്തുണ്ട്, അതേ വേറെ പലരും ഉണ്ട്, സഫ്വാനുണ്ട്. ഉഹദ് യുദ്ധത്തിന് നേതൃത്വം കൊടുക്കാൻ അതേ ഉഹദിന്റെ പടക്കളത്തിലേക്ക് വന്ന് ശത്രുക്കളിൽപ്പെട്ട സഫ്വാനുണ്ട്, ശത്രുക്കളിൽപ്പെട്ട സുഹൈലുണ്ട്. ഹബീബായ തങ്ങൾ മിമ്പറിൽ കയറുകയാണ്, നാട്ടുകാരോട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. മുഹമ്മദ് ഞങ്ങളെ കൊല്ലും എന്നുള്ള നിലക്ക്, ഞങ്ങളോട് പ്രതികാരം ചെയ്യുമെന്നുള്ള നിലക്ക് പേടിച്ചിട്ട് ഭയവിഹ്വലരായി പേടിച്ചുകൊണ്ട് പേടിത്തൊണ്ടന്മാരായി റസൂലുള്ളാഹിയുടെ മുമ്പിൽ നിൽക്കുമ്പോ ഹബീബായ മുത്തുനബി സംസാരം തുടങ്ങുകയാണ്. ഇൻഷാ അല്ലാഹ് കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി പറയാം. സമയത്രായി 1:15 കഴിഞ്ഞു.